والتامات من كل شيطان وهامة ومن كل عين لامة بسم الله خير الأسماء في الأرض والسماء الحمد لله ربنا لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم صلى الله على سيدنا محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها صدق الله العلي العظيم وفينا رسول الله يتلو كتابه إذا انشق معروف من الفجر ساطع أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع رسول يرى ما لا يرى الناس حوله ويتلو كتاب الله في كل مشهد खुदी को कर बुलंद इतना के हर तकदीर से पहले खुदी को कर बुलंद इतना के हर तकदीर से पहले खुदा बंदे से खुद पूछे बता तेरी रिजा क्या है बसारत खो गई लेकिन बसीरत तो सलामत है मदीना हमने देखा है मगर नादीदा नादीदा मदीना जाके हम समझे तकद्दुस किस को कहते हैं हवा पाकीज़ा पाकीज़ा फिजा संजीदा संजीदा ഈ ഉറൂസ് പരിപാടിയുടെ ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തൃശ്ശൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ആദരണീയനായ CK അബൂബക്കർ ഫൈസി ചങ്ങമനാട് അവറുകളെ, ബഹുമാന്യനായ അബ്ദുൽ അസീസ് ഹാജി സാഹിബ് അവറുകൾ, പ്രിയപ്പെട്ട അമീർ ഫൈസി, നാസർ ഫൈസി, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട റിയാസ് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, വലിയ ത്യാഗം സഹിച്ച് നമ്മളിങ്ങനെ ശ്രമകരമായ ഒരു രീതിയിൽ പരിപാടി സംഘടിപ്പിച്ചതും സംസാരിക്കുന്നതും കേൾക്കുന്നതുമൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മകളിലൊന്നായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എല്ലാവരും ആമീൻ പറയൂ. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ സഹോദരന്മാർ ഫലസ്തീനിൽ അനുഭവിക്കുന്ന വേദനകൾ,
അള്ളാഹു എല്ലാവർക്കും വലിയ രക്ഷ നൽകട്ടെ, കാവൽ നൽകട്ടെ. അവർക്കെതിരായി നിൽക്കുന്നവർക്ക് കഠിനമായ പരാജയം റബ്ബ് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ എല്ലാവർക്കും അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. ആമീന യാ റബ്ബൽ ആലമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഒരല്പസമയം ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്, വിശ്വാസികളായ നമ്മൾ, സത്യവിശ്വാസികളായ നാം, മുസ്ലിംകളായ നമ്മൾ ഈ പ്രകൃതിയോട്, ചുറ്റുപാടുകളോട്, പരിസ്ഥിതിയോട് സ്വീകരിക്കേണ്ട ചില നിലപാടുകളെ സംബന്ധിച്ചും രീതികളെ കുറിച്ചുമൊക്കെയാണ്. 2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ അനുഭവിച്ചിരുന്ന കഠിനമായ ചൂട് അള്ളാഹു മാറ്റിത്തരികയും നല്ല മഴയും തണുപ്പും കുളിരുമൊക്കെ അനുഭവഭേദ്യമാക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ നമുക്കൊക്കെ അങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വിശകലനം, ചിന്തകളിൽ മാറ്റം വരുവാനും പുതിയ കാര്യങ്ങളെ അറിയുവാനും സഹായകമാകും എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് പ്രകൃതിയുടെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും അനുഭവിക്കുന്ന ഒരു പ്രദേശത്താണ് നമ്മളൊക്കെ ഉള്ളത്. നമ്മൾ താമസിക്കുന്ന ഈ ഭൂപ്രദേശം ശുദ്ധജലം കൊണ്ട്, ചുറ്റുപാടുകൾ നിറഞ്ഞ കായലുകൾ കൊണ്ട്, ഒഴുകുന്ന കൈത്തോടുകൾ കൊണ്ടൊക്കെ സമ്പൽ സമൃദ്ധമാണ്. അതുകൊണ്ട് തന്നെ മറ്റു പല ഭാഗങ്ങളിലും ഇല്ലാത്ത പ്രകൃതിയുടെ നിഅമത്തുകൾ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഉൾക്കൊള്ളൽ തന്നെയാണ് ഈ ഒരു വിഷയത്തിന്റെ ആമുഖമായി നമുക്ക് ഓരോരുത്തർക്കും ചെയ്യുവാൻ വേണ്ടി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നമ്മൾ ഇന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിലൂടെയാണ് പ്രകൃതി കടന്നു പോകുന്നത്. പഴയ കാലത്തൊക്കെ കാലാവസ്ഥക്കുണ്ടായിരുന്ന വ്യതിയാനങ്ങൾ അപൂർവമായി മാത്രം സംഭവിക്കുന്ന പ്രതിഭാസങ്ങളായിരുന്നു. മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ശാന്തി നൽകുന്ന, സമാധാനം നൽകുന്ന മഴയായിരുന്നു പെയ്തിരുന്നത്. മഴ ഭയപ്പാടോടെ ഒരിക്കലും കാണുന്ന സാഹചര്യം ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് തന്നെ മഴക്കാലത്ത് ആ മഴ കൊള്ളാനും, മഴയെ തോടുവാനും, ആ മഴയെ നോക്കി നിൽക്കുവാനും, മഴയെ ആസ്വദിക്കുവാനും ഒക്കെ വലിയ താല്പര്യമുള്ള നമ്മൾ ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്ക് വലിയ പ്രളയമാകുമോ എന്ന് പേടിക്കുക മാത്രമല്ല, നമ്മളുടെ ചുറ്റുപാടുകളിൽ പലയിടങ്ങളിലും വെള്ളം നിറയുന്നു. നമ്മളുടെ പരിസര പ്രദേശങ്ങളിലുള്ള ജില്ലകളിലൊക്കെ, അവിടെയുള്ള ടൗണുകളിൽ, അവർ ജോലി ചെയ്യുന്ന കേന്ദ്രങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞ് കാറുകളൊക്കെ വെള്ളത്തിൽ മുങ്ങിയ ദൃശ്യങ്ങളൊക്കെയാണ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ സ്വാഭാവികമായും നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എങ്ങനെ നമുക്ക് നമ്മളുടെ ജീവിതം സൗകര്യപ്രദമാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. എത്രമേൽ പ്രകൃതിയെ കാണാതെ, പരിസ്ഥിതിയെ അനുഭവിക്കാതെ, അതിൻ്റെ ആ ശീതളിമ ആസ്വദിക്കാതെ കൃത്രിമമായി ഉണ്ടാക്കുന്ന സുഖങ്ങളെ, സൗകര്യങ്ങളെ നമുക്ക് കൊണ്ടുപോകാം എന്ന ആലോചനയിലാണ് നമ്മളൊക്കെ ഉള്ളത്. പക്ഷേ ഒരു മുസ്ലിമിന് അതൊരിക്കലും സാധ്യമല്ല. ഒരു വിശ്വാസി അവന്റെ വിശ്വാസത്തിനനുസൃതമായി, അവന്റെ ഈമാനുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും അവന് ഈ പ്രകൃതിയിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ സർവാധിനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിന്റെ അവതരണം, അതിന്റെ ക്രമീകരണം എല്ലാം പ്രകൃതിക്കിണങ്ങിയ രീതിയിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. ഖുർആനിന്റെ മറ്റൊരു വായനയാണ്. സാധാരണ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, അള്ളാഹുവിന്റെ കലാം അവതീർണമാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊപ്പം ജീവിച്ചിരുന്ന
അറബികളിലേക്കാണ് പ്രഥമമായി. ആ അറബികളോട് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാവുന്നതിന്റെ അപ്പുറത്തുള്ള തത്വങ്ങൾ പറഞ്ഞ് ഗാംഭീര്യമേറിയ വിശാലമായിരിക്കുന്ന ആശയങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവരെ പേടിപ്പെടുത്തുകയോ പ്രയാസപ്പെടുത്തുകയോ ഒരിക്കലും ഖുർആൻ ചെയ്തിട്ടില്ല. ഖുർആനിന്റെ ശക്തമായ ഭാഷ്യവും ഗഹനമായ ആശയങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവതരിപ്പിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന, അവർ കൺമുന്നിൽ കാണുന്ന, അവർ ചുറ്റുപാടുകളിൽ ദർശിക്കുന്ന അവരുടെ പരിസ്ഥിതിയെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു അവരുടെ ഹൃദയങ്ങളിലേക്ക് ഖുർആനിന്റെ ഈ വചനങ്ങളുടെ തെളിനീരൊഴുക്കി കൊടുത്തത്. അതാണ് ഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت. അറബികൾക്ക് മാത്രമല്ല, കാലങ്ങൾക്കപ്പുറത്ത് ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആലോചിക്കുവാൻ, നമ്മുടെ മനസ്സിൽ നവങ്ങളായ വിചാരങ്ങൾ രൂപപ്പെടുവാൻ പശ്ചാത്തലമൊരുക്കുന്ന വചനമാണല്ലോ അത്. ഇത് നോക്കൂ നിങ്ങൾ, അറബികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടകങ്ങളിൽ നിന്നകന്നൊരു ജീവിതം അവർക്കുണ്ടായിരുന്നില്ല. മരുക്കപ്പലിലായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത്. ദേശാടനങ്ങൾക്ക് അവരുപയോഗിച്ചിരുന്ന വാഹനങ്ങൾ ഇതായിരുന്നു. കാരണം ഒരിക്കലും താഴ്ന്നു പോകാത്ത മരുഭൂമിയിലെ മണൽത്തരികളിൽ താഴ്ന്നു പോകാത്ത കാലുകളുടെ ഉടമകളാണ് ഒട്ടകങ്ങൾ. ദാഹം സഹിക്കാൻ കഴിയാതെ മരിച്ചു പോവുകയല്ല, അത് സഹിച്ച് ക്ഷമയോടുകൂടെ ദിവസങ്ങളോളം അതിനെ തരണം ചെയ്യാൻ കഴിയാവുന്ന ജീവികളായിരുന്നു ഒട്ടകങ്ങൾ. കുടിക്കുന്ന വെള്ളം മുഴുവൻ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് സംഭരിച്ചു വെക്കാൻ കഴിയുന്ന മൃഗങ്ങളായിരുന്നു ഒട്ടകങ്ങൾ. അതിന്റെ സൃഷ്ടിപ്പും അതിന്റെ കഴുത്തും അതിന്റെ ആകാരവുമെല്ലാം അറബികൾക്ക് മരുഭൂമിയിൽ ജീവിക്കാൻ ഏറെ സഹായകമാകുന്ന ഒന്നായതുകൊണ്ട് മരുക്കപ്പൽ എന്ന് പറയുന്ന ഈ കപ്പലാകുന്ന ഈ ഒട്ടകം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു മൃഗമായിരുന്നു. അവരുടെ സഹവാസിയായിരിക്കുന്ന ഒരു ജീവിയായിരുന്നു. അപ്പൊ അല്ലാഹു തആല അവരെപ്പോഴും കാണുന്ന, അവരുടെ കൂടെയുള്ള, അവർ വാഹനമായിട്ട് ഉപയോഗിക്കുന്ന ഈ മൃഗത്തെ കുറിച്ച് ചിന്തിക്കാനാണ് അവരോട് പറയുന്നത്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. അവർ ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലയോ? എങ്ങനെയാണ് ആ ഒട്ടകങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? വിശാലമായ മരുഭൂമിയിലൂടെ അവർ നടക്കുമ്പോൾ ചക്രവാള സീമകൾ അതിരിട്ട് നിൽക്കുന്ന വിശാലമായ ആകാശലോകത്തെയായിരുന്നു അവർ കണ്ടിരുന്നത്. തൂണുകളില്ലാതെ നിറഞ്ഞു നിൽക്കുന്ന ആകാശം, മേഘപടലങ്ങൾ കാറ്റിൽ പാറിപ്പോകുന്ന ആകാശം, നീലിമയാർന്ന ആകാശം. ആ ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലയോ? ആ ആകാശം എങ്ങനെയാണ് ഉയർന്നു നിൽക്കുന്നത് എന്ന്. വഇലൽ ജിബാലി കൈഫ നുസിബത്. അവർ സഞ്ചരിക്കുന്ന വഴികളിൽ, അവർ താമസിക്കുന്ന നാടുകളിൽ ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ മലനിരകളുണ്ട്. ആ മലനിരകൾ ആരാണ് അങ്ങനെ സ്ഥാപിച്ചത്? ആരാണ് ആ സംസ്ഥാപനം നടത്തിയത്? അതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ലേ? വിശാലമായി പ്രവിശാലമായി കിടക്കുന്ന ഭൂമിയെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? ഇതിന്റെ അർത്ഥം എന്താണ്? അവര് കാണുന്ന ഭൂമി, അവര് കാണുന്ന ആകാശം, അവര് കാണുന്ന ഒട്ടകം, ഇങ്ങനെ അവരുടെ ചുറ്റുപാടുകളിലുള്ള ഓരോന്നിനെയും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ ഓരോ ഭാഗങ്ങളിലും റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ചുറ്റുപാടുകളെ, ഈ പരിസ്ഥിതിയെ, ഈ പ്രകൃതിയെ ചേർത്ത് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ ലോകമാണ്. പടച്ച തമ്പുരാൻ നമ്മുടെ കണ്ണുകൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ, നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്ന രീതിയിലാണ് ഈ പ്രപഞ്ചത്തെ ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണ്? പ്രകൃതിയെ നശിപ്പിക്കുക.
നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണ്? പരിസ്ഥിതിയെ മലിനമാക്കുക. നമ്മുടെ ചുറ്റുപാടുകളെ എങ്ങനെയെല്ലാം നമ്മളുടെ വരാനിരിക്കുന്ന തലമുറകൾക്ക് ഉപയോഗപ്പെടുത്താതിരിക്കാൻ കഴിയുമോ അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഉൾക്കൊള്ളേണ്ട കാര്യം സുൻ അല്ലാഹില്ലദീ അത്ഖന കുല്ല ശൈ, എല്ലാ സംഗതികളെയും ദൃഢീകരിച്ചുണ്ടാക്കിയവനാണ് അല്ലാഹു തആല. ഇതിന്റെ ഒരു ക്രമീകരണം നോക്കൂ നിങ്ങൾ. ഈ നക്ഷത്രങ്ങളുടെ, ഗാലക്സികളുടെ, ഭൂമിയിൽ നിവസിക്കുന്ന മനുഷ്യരാശിയുടെ, അവർക്ക് ലഭ്യമാകുന്ന വെയിലിന്റെ, ചൂടിന്റെ, മഴയുടെ, മഞ്ഞിന്റെ, അവർക്ക് ചുറ്റുപാടുകളിലും ആവശ്യമായ സാധന സംവിധാനങ്ങളുടെ 1000 ഉണ്ണിക്കനികൾക്കു തൊട്ടിലും താരാട്ടുമായി നീ ഉണർന്നിരിക്കുന്നതും 1000 കാവുകളിൽ ഊഞ്ഞാലിടുന്നതും ആലിലത്തുമ്പത്തിരുന്നു തുള്ളുന്നതും 5 ഇതൾ പൂക്കളായി കയ്യാട്ടി നിൽപ്പതും 1000 പുഴകളുടെ ഓളങ്ങളായ എന്റെ ആത്മഹർഷങ്ങൾക്കു താളം പിടിപ്പതും എല്ലാം ഈ ഭൂമിയിൽ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ക്രമീകരിച്ചിരിക്കുകയാണ്, പരിസ്ഥിതിയായി സംവിധാനിച്ചിരിക്കുകയാണ്. എണ്ണാൻ തുടങ്ങിയാൽ എണ്ണാൻ കഴിയില്ല. വ ഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ നിങ്ങൾക്കൊരിക്കലും അതിന് സാധ്യമാവുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് നമ്മോട് പറയുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട കാര്യം എന്താണ്? മനുഷ്യരായ നമ്മൾ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്നു. പരിചയപ്പെടുത്തിയെന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ കലാമായ ഖുർആനിലെ എല്ലാ സൂറത്തുകളുടെയും നാമങ്ങളിൽ പോലും അല്ലാഹു അത് ഉൾപ്പെടുത്തി. ഇതാണ് ഖുർആൻ. മനുഷ്യന്മാർക്ക് മനസ്സിലാകാത്ത ഭാഷയല്ല, മനുഷ്യന്മാർക്ക് അപ്രാപ്യമായ ലോകത്തെ കുറിച്ചുള്ള കാര്യങ്ങളല്ല. 2-ാമത്തെ അധ്യായത്തിന്റെ പേര് അൽ ബഖറ എന്നാണ്, പശു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ, എത്രമേൽ മനുഷ്യനെ ചിന്തിപ്പിക്കേണ്ട ഒരു നാമമാണത്. നമ്മളൊക്കെ ഇണങ്ങി ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജീവി, നമ്മളെപ്പോഴും പശുവുമായി ബന്ധപ്പെട്ട് അതിന്റെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, അതും അതിൽ നിന്ന് ലഭ്യമാകുന്ന എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച് ജീവിക്കുന്നവരാണ്. ഒരധ്യായത്തിന്റെ പേരെന്താണ്? അൽ അങ്കബൂത്ത്, എട്ടുകാലി എന്നുള്ളതാണ്. സഹോദരിമാരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഖുർആനിലുള്ള ഒരു അധ്യായത്തിന്റെ പേര് അന്നംല് അല്ലെ, സൂറത്തുന്നംല്. ഉറുമ്പ് എന്നാണ് പേര്. അൽ ഫീൽ, ആന എന്നാണ്. നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഈ പരിസരത്തെ ചുറ്റുപാടുകളെ അല്ലാഹു തമ്പുരാൻ നമ്മോട് ചേർക്കുകയാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നവർ ഈ പരിസരത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നവരും ചിന്തിക്കുന്നവരുമാണ്, അല്ലേ? ഈ ലോകത്തുള്ള ഓരോ അത്ഭുതങ്ങളെ കുറിച്ചും വല്ലുഹാ വല്ലൈലി ഇദാ സജാ, ഉച്ചയുടെ മുമ്പുള്ള സമയം, പൂർവാഹന സമയം, രാത്രി, വശംസി വളുഹാഹാ, സൂര്യനെയും അതിന്റെ വെളിച്ചത്തെയും, വൽ ഖമരി ഇദാ തലാഹാ, ചന്ദ്രനെയും ആ ചന്ദ്രന്റെ ഉദയത്തെയും, വന്നഹാരി ഇദാ ജല്ലാഹാ, പകലിനെയും ആ പകൽ നൽകുന്ന പ്രകാശത്തെയും, വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ, രാത്രിയെയും അതിൻ ഇരുൾ മൂടുന്ന സാഹചര്യത്തെയും, വസ്സമാഇ വമാ ബനാഹാ, ആകാശത്തെയും ആ ആകാശത്തെ സൃഷ്ടിച്ച തമ്പുരാനെയും സത്യം ചെയ്യുന്നു അള്ളാന്റെ ഖുർആൻ. ഞാനിതിനെ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്നും പറയാതെ അല്ലാഹു തമ്പുരാൻ ഖുർആനിന്റെ വചനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ
നമ്മുടെ മനസ്സിനോടിണങ്ങുന്ന പ്രകൃതിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ വചനങ്ങളാണ്. നിങ്ങൾ കേട്ടോളൂ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരി യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. അല്ലാഹു പറയാണ്, ഈ ഭൂമിയിലുള്ള ഒരു മൃഗവുമില്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർള്, ഈ ഭൂമിയിലുള്ള ഒരു മൃഗവുമില്ല. വലാ ത്വാഇരി യതീറു ബിജനാഹിഹി, രണ്ട് ചിറകുകൾ ഉപയോഗിച്ച് പറക്കുന്ന ഒരു പറവയുമില്ല. ഇല്ലാ ഉമമുൻ അംസാലുക്കും, അതെല്ലാം നിങ്ങളെ പ്രകാരം മനുഷ്യ വിഭാഗമാണോ അതുപോലെ ഓരോ വിഭാഗങ്ങൾ തന്നെയാണ്. പക്ഷികളുടെ വിഭാഗങ്ങൾ, മൃഗങ്ങളുടെ വിഭാഗങ്ങൾ അള്ളാഹു പഠിപ്പിക്കണത് നോക്കി നിങ്ങൾ. എന്ന് പറഞ്ഞാൽ അവയെ നിങ്ങൾ അന്യായമായി ഉപദ്രവിക്കാൻ പാടില്ല. അവയുടെ ആവാസ വ്യവസ്ഥയെ നിങ്ങൾ തകർക്കുവാൻ പാടില്ല. അവക്കിടയിൽ നിങ്ങൾ വേർപിരിക്കുവാൻ പാടില്ല. ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ മൃഗങ്ങളോട്, ആ ജീവജാലങ്ങളോട് ഏത് സമീപനം സ്വീകരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോ റഹ്മാനായ റബ്ബ് ഒരു വലിയ യാഥാർത്ഥ്യം കൂടെ പറയുകയാണ്. അവയെല്ലാം ഓരോ സമൂഹങ്ങളാണ്. ഇനി പക്ഷികളാണെങ്കിൽ ആ പക്ഷികളിൽ നിന്ന് ഓരോ പക്ഷികളുടെയും കാക്കകളുടെ ഒരു സമൂഹം, പ്രാവുകളുടെ ഒരു സമൂഹം, അതിനെല്ലാം വ്യത്യസ്തമായ ജീവിത രീതികളും മാർഗങ്ങളുമാണ്. മനുഷ്യന്മാരെ, നിങ്ങളത് സ്വീകരിക്കണം, നിങ്ങളവയെ സ്നേഹിക്കണം. അല്ലാഹുവിന്റെ ഖുർആനിന്റെ വലിയ താല്പര്യം അതാണ്. ഇസ്ലാമിന്റെ അധ്യാപനം എന്താണ്? ഈ പരിസ്ഥിതിക്ക് നമ്മൾ നൽകുവാൻ തയ്യാറാകണം. ചുറ്റുപാടുകളെ നമ്മൾ സ്നേഹിക്കുവാൻ തയ്യാറാകണം. ആ സ്നേഹമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ നിന്നകന്നോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പരിസ്ഥിതിയോടുള്ള സ്നേഹം, ചുറ്റുപാടുകളോടുള്ള സ്നേഹം ഗതകാലത്ത് നമ്മളുടെ ഉമ്മത്തിന്, നമ്മളുടെ നാട്ടിലുള്ള ആളുകൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിന്റെ മണ്ണിൽ റബ്ബ് എല്ലാ അനുഗ്രഹങ്ങളും നൽകി. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മളുടെ തൊട്ടടുക്കലുള്ള പെരിയാർ നദിയെക്കുറിച്ച്. ഏതാനും കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് പെരിയാർ എന്ന നദി കാണുവാൻ കഴിയും. കേരളത്തിന്റെ ജീവരേഖയായിട്ടാണ് പെരിയാർ അറിയപ്പെടുന്നത്. 244 കിലോമീറ്റർ നീളമുള്ള ഒരു നദിയാണത്. 5 ജില്ലകളിലൂടെ പെരിയാർ കടന്നു പോകുന്നുണ്ട്. 41 പഞ്ചായത്തുകളിലൂടെയും 3 മുനിസിപ്പാലിറ്റിയിലൂടെയും 1 കോർപ്പറേഷനിലൂടെയും അത് കടന്നു പോകുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ, 50 ലക്ഷത്തിലേറെ ആളുകൾ അതിലുള്ള ജലം ഉപയോഗിക്കുന്നു, കുളിക്കുന്നു, കുടിക്കുന്നു, അവർ വുളൂ ചെയ്യുന്നു, അവർ അവരുടെ ജലസേചന പ്രക്രിയകൾ നിർവഹിക്കുന്നു, കൃഷി ചെയ്യുന്നു. പെരിയാറിന്റെ തീരത്താണ് എത്രയോ വന്യജീവി സങ്കേതങ്ങളുള്ളത്, എത്രയോ കാടുകളും മേടുകളും ഉള്ളത്, എത്രയോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളുള്ളത്. പക്ഷേ നമ്മൾ കാണുന്ന സംഗതി എന്താണ്? 2 ആഴ്ചക്കിടയിൽ നമ്മൾ കണ്ട വേദനാജനകമായ വാർത്തകൾ ഉണ്ടായിരുന്നു. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം സൂചിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. മനുഷ്യൻ പ്രകൃതിയെ സ്നേഹിക്കല്ല ചെയ്യണത്. ഈ പറയുന്ന നമ്മളോട് ഓരോരുത്തരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കാറുണ്ടോ? ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് എന്ത്? മാലിന്യങ്ങൾ മുഴുവൻ പുഴയിലേക്ക് ഒഴുക്കുന്നു, പെരിയാറിലേക്ക് ഒഴുക്കുന്നു. പത്രങ്ങളിൽ നിങ്ങൾ കണ്ടില്ലേ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്? തവളകളും നീർക്കോലികളും പുഴയിൽ കഴിയുന്ന ജീവജാലങ്ങളും രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കി വിട്ടിട്ട് അവയെല്ലാം ചത്തൊടുങ്ങിയത്. മീഡിയകളിൽ നമ്മളൊരു വാർത്ത കണ്ടതുകൊണ്ട് നമുക്കതിവിടെ ഉദ്ധരിക്കാൻ കഴിയുന്നു എന്ന് മാത്രം. എത്ര ക്രൂരനാണ് മനുഷ്യൻ! അവൻ ആഗ്രഹിക്കണത് എന്താണ്? മനുഷ്യൻ ആഗ്രഹിക്കണത് എന്താണ്? ഞാൻ വലിയ വ്യവസായിയാണ്, എന്റെ വ്യവസായശാലയിൽ നിന്ന് പോകുന്ന മാലിന്യങ്ങൾ ഭീകരമായ പ്രകൃതിക്കും വെള്ളത്തിനും അന്തരീക്ഷത്തിനും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഭീകരമായ രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് അങ്ങ് പോയിക്കോട്ടെ, എനിക്ക് ലാഭം കിട്ടിയാ മതി. എന്റെ ഭാര്യയോ എന്റെ മക്കളോ ആ വെള്ളം കുടിക്കുന്നില്ല. ഞങ്ങൾ വേറെ ദൂരദേശത്ത് താമസിക്കുന്നവരാണ്.
എന്റെ ഭാര്യക്കോ എന്റെ മക്കൾക്കോ ഈ വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ല, വെള്ളം കുടിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ സേഫാണ്. അതവിടെ മത്സ്യം ചാവുകയോ മനുഷ്യന്മാരതിന്റെ വെള്ളം ഉപയോഗിച്ച് ബുദ്ധിമുട്ടാവുകയോ എന്തോ ചെയ്തോട്ടെ, നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകുന്ന മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മൾ ഈ സ്വഭാവം കാണിക്കുന്നവരാണോ? പ്രകൃതിയോട് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപദ്രവമാണ് ഈ പ്രകൃതിയെ മലിനീകരിക്കുക എന്നുള്ളത്. നമ്മളുടെ വീടുകളിൽ വേസ്റ്റുകൾ ഉണ്ടാവും. ഓരോ മനുഷ്യൻ താമസിക്കുന്ന ഇടങ്ങളിലും ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉണ്ടാകും. ഭക്ഷണം കഴിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകും. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധ്യമാകുന്നു എന്നിടത്താണ് പടച്ചവനെ, ഞാൻ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ, ഈ പരിസ്ഥിതിയോട് ഞാൻ കാണിക്കേണ്ട ഹക്ക് ഞാൻ വീട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത്. വല്ലാത്ത ഒരു ആലോചനയാണത്. കാരണം എന്താണ്? ഇസ്ലാമിന്റെ മുദ്രാവാക്യം ലാ ളററ വലാ ളിറാർ. ഒരാൾക്കും ഉപദ്രവമോ ബുദ്ധിമുട്ടോ ഒരാൾക്കും ഉണ്ടാകുവാൻ പാടില്ല. ആരാണ് മുസ്ലിം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? അൽ മുസ്ലിമോ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. എന്റെ കയ്യിൽ നിന്ന്, എന്റെ നാവ് കൊണ്ടുള്ള വർത്തമാനങ്ങളിൽ നിന്ന് മറ്റുള്ള ആളുകൾ രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ ഞാൻ മുസ്ലിമാവൂ എന്നുള്ളതാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ, യഥാർത്ഥ മുഅ്മിനായ മനുഷ്യനാരാണ്? അൽ മുസ്ലിമോ മൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മയ്യഅ്മനു ജാറുഹു ബവാഇഖ. അവന്റെ അയൽവാസികള് അവനെ കൊണ്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ അവൻ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മാലിന്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഗതകാലത്ത്, പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലേ? ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഇനി മറ്റൊരാളുടെ ഭൂമിയാണെങ്കിൽ തന്നെ അത് ഒഴിഞ്ഞ ഇടങ്ങളായിരുന്നു. അവിടെ കൊണ്ടുപോയിട്ടാൽ നമുക്കതൊരു പക്ഷേ ഭൂമിയോട് ലയിച്ചു ചേരും. അങ്ങനത്തെ മാലിന്യങ്ങളുമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ അന്ന് അങ്ങനെയല്ല. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മളുടെ വീടുകളിൽ, വീടിന്റെ നിർമ്മാണത്തിന് അല്ലെങ്കിൽ മുമ്പുണ്ടാക്കിയ വീടുകളാണെങ്കിൽ ആ ഭൂമിയുടെ അകത്ത് ഒരാൾക്കും ദുർഗന്ധമോ ബുദ്ധിമുട്ടോ ഇല്ലാത്ത രീതിയിൽ മാലിന്യങ്ങളെ നമ്മളെല്ലാവരും സുരക്ഷിതമായി മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ സംവിധാനിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ചില ആളുകള് കിണർ കുഴിക്കും. ആ കിണർ കുഴിച്ച് ആ കിണറിനോട് തൊട്ടടുക്കൽ തന്നെ അയൽവാസി കക്കൂസിന്റെ സെപ്റ്റിക് ടാങ്ക് കൊണ്ടുവന്ന് കുഴിക്കും. എന്നോട് മറുപടി എന്താണ്? അത് എന്റെ വീടല്ലേ, എന്റെ പറമ്പല്ലേ, ഞാൻ എവിടെയാണ് വേറെ കുഴിക്കുക? ചിന്തിക്കേണ്ട കാര്യമാണ്. മനുഷ്യന്മാരെ പറയാൻ കഴിയില്ല, ചോദിക്കാൻ കഴിയില്ല. എത്ര ആളുകളാണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്? എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് മറ്റൊരാളോട് അങ്ങനെ ചെയ്യാൻ കഴിയുക? നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബിന്റെ ശിക്ഷയ്ക്ക് ഇവൻ വിധേയനാകേണ്ടി വരില്ലേ? ആലോചിക്കേണ്ട കാര്യമാണ്. അതുപോലെ നമ്മളുടെ വീടുകളിൽ നിന്ന് ചപ്പുകളും ചവറുകളും അതുപോലെ കടലാസുകളും സമാനമായ പ്ലാസ്റ്റിക്കിന്റെ വൃത്തികേടുകളും രാവിലെ നമ്മൾ മുറ്റമടിച്ചു വാരുമ്പോ, മുറ്റം നമ്മൾ വൃത്തിയാക്കുമ്പോ അത് കൊണ്ടുപോയിട്ടിടാൻ ഒരിക്കലും നമ്മൾ അയൽവാസിയുടെ വീടുകളെ തെരഞ്ഞെടുക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുക. ഇവനെ കൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്ന് മുഅ്മിനീങ്ങൾ, മറ്റുള്ള ആളുകൾ രക്ഷപ്പെട്ടാലേ ഇവനൊരു യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ എന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽവാസിയുടെ വീട്ടിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന ആള്, അല്ലെങ്കിൽ അവര് നോക്കുന്നില്ല, അവരുടെ പറമ്പിലേക്ക് ഇടുന്ന ആള്, അവരുടെ മുറ്റത്തേക്ക് ഇടുന്ന ആള് എങ്ങനെയാണ് ഒരു യഥാർത്ഥ മുഅ്മിനായി മാറുക? അത് നമ്മളുടെ ലോകത്തിന്റെ ചില നാടുകൾ, ചില രാജ്യങ്ങൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അവരൊക്കെ എത്ര അത്ഭുതകരമായിട്ടാണ് ഈ വേസ്റ്റ് മാനേജ്മെന്റിനെ സംവിധാനിച്ചിട്ടുള്ളത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയാൽ ഇപ്പൊ നമ്മളുടെ സഹോദരന്മാരൊക്കെ മക്കയിലേക്ക് പോവുകയാണ്.
എത്രയെത്ര ആളുകളാണ് അവിടെ ഹജ്ജിന് വേണ്ടി വരുന്നത്. എന്തെല്ലാം സാധനങ്ങൾ അവർക്ക് മാലിന്യമായിട്ട് കാണേണ്ടി വരും. പക്ഷേ അതൊന്നുമില്ലാത്ത രീതിയിൽ പരിപൂർണമായും അതെല്ലാം വൃത്തിയാക്കുവാനും ശുദ്ധമാക്കുവാനും നമ്മളുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുമ്പോ, അവരുടെ അവിടെയുള്ള ചുറ്റുപാടുകളിൽ നമ്മൾ കാണുമ്പോ, നമ്മളുടെ നാട്ടിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ്. ഓരോരുത്തരും ആഗ്രഹിക്കുന്ന എന്ത് മാത്രമാണ്? എന്റെ അടുക്കൽ നിന്നങ്ങ് പോവട്ടെ, എന്റെ അടുക്കൽ നിന്ന്, എന്റെ വീട്ടിൽ ഉണ്ടാവരുതെന്നേ ആവശ്യമുള്ളൂ, എന്റെ പരിസരത്ത് ഉണ്ടാവരുതെന്നേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് അത് കാരണത്താൽ നമുക്കിടയിൽ ചില ആളുകൾ ചെയ്യുന്ന ക്രൂരത എന്ന് പറഞ്ഞാൽ, മോമിനെ പടച്ചവൻ വെറുതെ വിടൂല, അള്ളാഹു വെറുതെ വിടൂല. എന്താ കാര്യം? വീട്ടിൽ ഏതെങ്കിലും ഒരു ജീവി ചത്തു, ഒരു പൂച്ച ചത്തു, അതിന് ഒരാൾക്കും അവനതൊരു ബുദ്ധിമുട്ടാന്നറിയാലോ, ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. അവനെന്താ ചെയ്യുന്നത്? അതൊരു പക്ഷേ ഏതെങ്കിലും റോഡില് കാനയിൽ കൊണ്ടുപോയിട്ടിടുന്നു, അതല്ലെങ്കിൽ വഴിവക്കിൽ കൊണ്ടുപോയിട്ടിടുന്നു. അവൻ വിചാരിക്കണ എന്താണ്? ആരും കണ്ടില്ല, എല്ലാം സേഫാണ്, ക്യാമറ ഒന്നുമില്ല, നാട്ടുകാരും ഇല്ല, രാത്രിയിലോ മറ്റോ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് വലിച്ചെറിയാൻ. വലിയ പ്ലാസ്റ്റിക് കടലാസുകളിൽ കെട്ടിയിട്ട്, വലിയ പ്ലാസ്റ്റിക്കിന്റെ വലിയ കവറുകളിൽ കെട്ടിയിട്ട് 2-3 ദിവസങ്ങളാകുമ്പോൾ അവനവന്റെ വീട്ടിലുള്ള വേസ്റ്റുകൾ റോഡുകളിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നവരെ, നിങ്ങൾ ഈ ചുറ്റുപാടുകളെ മലിനമാക്കുകയാണ്, നിങ്ങൾ കിണറുകളെയും കുളങ്ങളെയും മലിനമാക്കുകയാണ്. ഇറച്ചിയുടെ മാംസത്തിന്റെ വേസ്റ്റുകൾ ഏതെങ്കിലും പട്ടി കൊണ്ടുപോയിട്ട് ഒരു കുളത്തിലിട്ടാൽ, ഏതെങ്കിലും ജീവി കൊണ്ടുപോയിട്ട്, കാക്കയോ മറ്റോ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും കിണറുകളിലേക്ക് അത് വലിച്ചെറിഞ്ഞാൽ എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാവും, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും. മനുഷ്യന്മാരായ നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ടേ, എത്ര അപകടകരമാണ് ഈ സാഹചര്യം, അല്ലേ? ആരും ചിന്തിക്കൂല. എല്ലാവർക്കും അവനവന്റെ ലാഭം, അവനവന്റെ സുഖം, അവനവന്റെ സൗകര്യം. ഇത് ഏറ്റവും അപകടകരമായ ഒരു ചിന്തയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും താല്പര്യമില്ലാത്ത കാര്യമാണ്. ഒരു കല്യാണം വരുമ്പോ, നമ്മളുടെ വീട്ടിലൊരു സൽക്കാരം വരുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുക എന്താണ്? എവിടുന്നാണ് ഭക്ഷണം ഉണ്ടാക്കുക, എവിടുന്നാണ് ഭക്ഷണത്തിലുള്ള സാധനങ്ങൾ വാങ്ങുക എന്നാണ്. പക്ഷെ ഇന്ന് ഞാൻ സാധാരണ ആളുകളോട് പറയാറുള്ളത്, ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം അതെങ്ങനെ നമ്മൾ അതിൻ്റെ അവസാനം ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറയും. കാരണം അത് അത്രയും ബുദ്ധിമുട്ടാണ്, ഉപദ്രവമാണ്, അത്രയും മനുഷ്യന്മാർക്കിടയിൽ പ്രയാസമുണ്ടാക്കുന്ന സംഗതികളാണ്. പെരിയാറിലെ രാസമാലിന്യം മാത്രമല്ല, നമ്മളുടെ നാടുകളിലുള്ള കിണറുകൾ, കുളങ്ങൾ, ജലാശയങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, വിശുദ്ധ ഖുർആൻ, അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് എന്താണ്? ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. പടച്ച തമ്പുരാൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെയും വൃത്തിയുള്ള ആളുകളെയും ശുദ്ധിയുള്ള ആളുകളെയും അല്ലാഹു ഇഷ്ടപ്പെടും. അപ്പൊ എങ്ങനെയാണ് അശുദ്ധി ഉണ്ടാക്കുന്ന ആളുകളെ, വൃത്തികേടാക്കുന്ന ആളുകളെ പടച്ചോൻ എങ്ങനെ ഇഷ്ടപ്പെടാനാണ്? നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ലേ? അള്ളാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ. ഞങ്ങൾക്ക് എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പറകിലിരിക്കുന്ന ആളുകൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? മഴയൊക്കെ പെയ്യുമ്പോൾ അതിനെക്കുറിച്ചും അത്തരം ആലോചനകളെ കുറിച്ചൊക്കെ പറയുന്നത് ഒരു രസമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് ഞാനിത് പറയുന്നത്. ഇതൊരു ചിന്തയാണ്. നമ്മളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമുക്കിതിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെല്ലാം വൃത്തിയാക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു നമ്മളോട്, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അവിടുന്ന് പറഞ്ഞ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ, നിങ്ങൾ വഴിക്ക്
മഴയാണ്. അള്ളാഹു അപകടങ്ങളിൽ നിന്നൊക്കെ കാക്കട്ടെ. മഴ സന്തോഷമാണെങ്കിലും ഇങ്ങനെ ഈ ഇലക്ട്രിക് സാധനങ്ങളുടെയൊക്കെ വലിയ ശത്രുവാണ് വെള്ളം. പ്രത്യേകിച്ച് നമ്മൾ ഈ മഴയത്തുനിന്ന് ഇങ്ങനെ വഴന്നു പറയുമ്പോൾ ഒരു അപകടമില്ലാതെ അള്ളാഹുവേ നീ സലാമത്ത് നൽകണേ തമ്പുരാനെ. ഞാൻ ഈ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്ന് സംഗ്രഹിച്ചു പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഇതങ്ങനത്തെ ഒരു വിഷയമാണ്. നമ്മൾ പഠിക്കേണ്ട, കേൾക്കേണ്ട, ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ട വിഷയമാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ വഴിക്കതിൻ്റെ അവകാശം വകവെച്ച് കൊടുക്കണേ. വഴിക്ക് അവകാശം മുഅ്മിനീങ്ങൾ എങ്ങനെ വകവെച്ച് കൊടുക്കുക? ഇമാത്തത്തുൽ അദാഅനി ത്വരീഖ്, വഴിയെ തൊട്ട് മാലിന്യങ്ങൾ നിങ്ങൾ നീക്കുക. ഈ പറഞ്ഞതിന് രണ്ടർത്ഥങ്ങൾ നമുക്ക് വിശദീകരിക്കാം. ഒന്നെന്താണ്? വഴിവക്കുകളിൽ ബുദ്ധിമുട്ടുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ അതിനെ നീക്കി കൊടുക്കണം. എങ്ങനെ? ഉദാഹരണം പറഞ്ഞാൽ, നമ്മളുടെ വീട് ഒരു വഴിയുടെ പരിസരത്താണ്. നമ്മളുടെ വീട്ടിൽ നിന്നൊരു തെങ്ങിന്റെ ഓല, ഒരു ചെറിയ തെങ്ങാണ്, ആ തെങ്ങിന്റെ ഓല ആ വഴിയിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും നമ്മളിങ്ങനെ കണ്ടാൽ തന്നെ അറിയാം, അതിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് ആ വഴിയിലൂടെ കടന്നു പോകൽ പ്രയാസമാണ്. അവർ പോകുന്നുണ്ട്, ഒന്നുകിൽ മുകളിലേക്കാക്കിയിട്ടോ താഴേക്കാക്കിയിട്ടോ. അള്ളാന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇമാത്തത്തുൽ അദാഅനി ത്വരീഖ്, ആ വഴിയത്തോടെ ആ ബുദ്ധിമുട്ടിനെ നീക്കി കൊടുക്കണം. ഇനി കുറെ അർത്ഥങ്ങളുണ്ട്. ഒരു കല്ല് വഴിയിൽ കണ്ടാൽ അത് നമ്മൾ നീക്കി ഇട്ട് കൊടുക്കുക. ഒരു കുഴിയാണ് എങ്കിൽ ആ കുഴി മൂടിക്കൊടുക്കുക. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ ഭാഗമായി പറഞ്ഞ ഒരു കാര്യം കൂടിയാണത്. ഇമാത്തത്തുൽ അദാഅനി ത്വരീഖ്. അതിന്റെ മറ്റൊരു വിശദീകരണം എന്താണ്? ആളുകൾ നടന്നു പോകുമ്പോൾ അവർക്ക് ഉപദ്രവമുണ്ടാകുന്ന ഒന്നും നിങ്ങൾ വഴിയിൽ നിക്ഷേപിക്കുവാൻ പാടില്ല. മലമൂത്ര വിസർജനം ചെയ്യുവാൻ പാടില്ല. ഞാൻ പറയാണ്, അങ്ങനെയുള്ള ഇടങ്ങളൊക്കെ നമ്മളുടെ മദ്രസകളിലും പള്ളികളിലൊക്കെ ഉണ്ടാവും. പലപ്പോഴും ചില മദ്രസകളിൽ അതല്ലെങ്കിൽ ചില പള്ളികളിലൊക്കെ ആ പരിസരത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇതിന്റെ ദുർഗന്ധം വല്ലാതെ വരും. ആരും പരിഗണിക്കൂല. കമ്മിറ്റി ഭാരവാഹികൾ ഉണ്ടാവും, അവര് പരിഗണിക്കൂല. അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, അവര് പരിഗണിക്കൂല. കാരണം എന്താ? എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. വല്ലാത്ത അവസ്ഥയായിരിക്കും. മാത്രമല്ല പലയിടങ്ങളിലും അത് ചെന്ന് എവിടെയെങ്കിലും ചേരുമല്ലോ, അതിനുള്ള സെപ്റ്റിക് പോലും ഉണ്ടാവില്ല. ഭൂമിയിലേക്ക് അങ്ങനെ തുറന്നിട്ടായിരിക്കും ഉണ്ടാവുക. എന്നിട്ടോ അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ എന്ന് അള്ളാഹുവിനോട് ഒളൂഹ് ചെയ്തിട്ട് നമ്മൾ എല്ലാവരും പറയും ചെയ്യും. അപ്പൊ അത് ഒരു മുഅ്മിനായ മനുഷ്യന് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ആളുകൾക്ക് ഉപദ്രവമുണ്ടാകുന്ന രീതിയിൽ ഇത്തരം ദുർഗന്ധം വമിക്കുന്ന ഇടങ്ങളെ നമ്മൾ ഇനി നമ്മളുടെ വീടുകളിലോ അതല്ലെങ്കിൽ പൊതു ഇടങ്ങളിലോ ഉണ്ട് എങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും നമ്മൾ ഇല്ലാതെയാക്കാൻ ശ്രമിക്കണം. അതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ്. സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തെ പോലെ ഇപ്പൊ എല്ലാം തോന്നുന്നത്, ഈ മതിലിന്റെ സൈഡില് അങ്ങാടികളിൽ പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ആളുകൾക്ക് ഉണ്ടാവും അവിടെ ഒരു ഒഴിഞ്ഞ മൂല, എല്ലാവരും വന്ന് മൂത്രമൊഴിക്കുന്ന സ്ഥലം. നഊദുബില്ലാ. അതൊന്നും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമല്ലാത്ത കാര്യമാണ്. വഴിയോട് നമ്മൾ പാലിക്കേണ്ട മര്യാദകൾക്കെതിരാണ് പ്രിയപ്പെട്ടവരെ അത്. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഭാഗം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലഖദ് റഅയ്തു റജുലാ, ഒരാളെ ഞാൻ കണ്ടു, യതഖല്ലബു ഫിൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ചാടി മറിയുകയാണ്, ഫീ ഷജറത്തിൻ, ഒരു മരത്തിൽ, ഖതഅഹാ മിൻ ലഹരി ത്വരീഖ് കാനത് തുഅദിന്നാസ്, ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ വഴിയിലുണ്ടായിരുന്ന ഒരു മരത്തെ വെട്ടി ഒഴിവാക്കിയ ഒരാൾ ആ മരത്തിൽ സ്വർഗ്ഗലോകത്ത് ചാടി മറിയുന്നത് ഞാൻ കണ്ടുവെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം, നമ്മളുടെ വീട്ടിലുള്ള മാവിന്റെ കൊമ്പ് വഴിവക്കിലേക്ക് നിൽക്കുന്നുണ്ടോ?
നമ്മളുടെ വീട്ടിലുള്ള തെങ്ങിൽ നിന്ന് തേങ്ങ വീണാൽ വഴിവക്കിൽ നിർത്തിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ വാഹനങ്ങളുടെ ചില്ലിന്റെ മുകളിലേക്കോ വാഹനങ്ങളുടെ മുകളിലേക്കോ പോകുമോ? നമ്മൾ ആലോചിക്കണം. ഇത്തരം കാര്യങ്ങളൊന്നും ആലോചിക്കാതെ എത്ര അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. ആളുകൾ പറയും അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ, എന്നാൽ വേണമെങ്കിൽ നിങ്ങൾ വന്ന് വെട്ടിക്കൊള്ളുക. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ബാധ്യത എന്താണ് എന്ന് ആലോചിക്കാത്ത രീതിയിലാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള പല ആളുകളുടെയും പ്രതികരണങ്ങൾ ഉണ്ടാകാറുള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ നാടിനെ സ്നേഹിക്കുന്നയാളായിരുന്നു. നിങ്ങൾ കേൾക്കണം, നാട്ടിലുള്ള മലകളെ സ്നേഹിക്കുന്ന ആളായിരുന്നു. ജീവജാലങ്ങളോട് ചുറ്റുപാടുകളോട് റസൂലുള്ള കാണിച്ച കാരുണ്യത്തിന്റെ കഥകളിലേക്കൊന്നും ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. നബിക്ക് മലകളെ ഇഷ്ടായിരുന്നു, മരങ്ങളെ ഇഷ്ടമായിരുന്നു. അത് നടാനും അതുപോലെ തന്നെ ആ മരങ്ങളെ നിങ്ങളെല്ലാവരും പരിപാലിക്കണം എന്ന് പറയാനും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും സമയം കണ്ടെത്തുമായിരുന്നു. നബിയുടെ ഒരു സ്വഭാവം തന്നെ എന്തായിരുന്നു? എപ്പോഴും തോട്ടത്തിൽ പോയിരിക്കുക. തോട്ടത്തിൽ പോയി നബി വിശ്രമിക്കും. മഹാനായ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ ഉണ്ടായിരുന്ന ബൈറുഹാ തോട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഇടക്കിടക്കിരിക്കുമായിരുന്നു. അതിലുള്ള ആനന്ദം നൽകുന്ന കാറ്റ് അല്ലാഹുവിന്റെ ഹബീബ് ആസ്വദിക്കുമായിരുന്നു. അതുകൊണ്ടാണ് എവിടേക്കെങ്കിലും യുദ്ധത്തിനോ മറ്റോ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളെ പറഞ്ഞേക്കുമ്പോൾ ലാ തഖ്തുലന്ന ഇംറഅതൻ വലാ സഗീറൻ വലാ തഹ്ഖിറന്ന നഖ്ലാ വലാ തഖ്ലഅന്ന ഷജറാ. നിങ്ങൾ പെണ്ണുങ്ങളെ സ്ത്രീകളെ നിങ്ങൾ വധിക്കാൻ പാടില്ല, നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പാടില്ല, നിങ്ങൾ ഈ തപ്പനകളെ നിങ്ങൾ നിസ്സാരമാക്കാൻ പാടില്ല, ഒരു മരത്തെയും നിങ്ങൾ പിഴുതെറിയാൻ പാടില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇത് പഠിപ്പിച്ചുവെന്ന് മാത്രമല്ല, അവിടുന്ന് പറയുകയാണ്, ലോകാവസാനം സംഭവിക്കാനായി എന്ന് നിങ്ങൾ കരുതുക, ഇനി ഒരു നിമിഷമേ ബാക്കിയുള്ളൂ എങ്കിൽ ആ നിമിഷം ഉപയോഗിച്ച് നിങ്ങൾക്കൊരു മരം നടാൻ കഴിയുമെങ്കിൽ, ഒരു സസ്യം നിങ്ങൾക്ക് ഭൂമിയിൽ വെക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളത് ചെയ്യണേ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വലാത്തു ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും പറയുകയാണ്, നമ്മൾ വീടുകളിൽ ചെടി നടാൻ തയ്യാറാകുന്നവരാകണം. ഇവിടെ ഇരിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, നിങ്ങളുടെ ചെറുപ്പകാലത്തെ നിങ്ങളൊന്ന് മനസ്സിൽ കൊണ്ടുവരിക. ചെറുപ്പകാലത്ത് സ്കൂളിലേക്ക് പോകുമ്പോ, മദ്രസകളിലേക്ക് പോകുമ്പോ കൂട്ടുകാരികളോട് പലപ്പോഴും നമ്മൾ സംസാരിച്ചിരുന്നത് വീട്ടിലുള്ള ചെടികളെ പറ്റിയായിരുന്നു. എത്ര ചെടികൾ! കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ഉമ്മയോട് സമ്മതം തേടി പോയിരുന്നത് ഒരു റോസാ കമ്പ് മേടിക്കാനായിരുന്നു, ഏതെങ്കിലും ഒരു ചെടിയുടെ തൈ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. എന്നുള്ളത് ചെടിച്ചട്ടിയിലല്ല നമ്മൾ നട്ടിരുന്നത്. എവിടെയാ നട്ടിരുന്നത്? നമ്മളുടെ വീട്ടിലെ പച്ചമണ്ണിൽ, നമ്മളുടെ മുറ്റത്തായിരുന്നു നട്ടിരുന്നത്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആ മുറ്റത്തേക്ക് ചെന്നാൽ ഒരു മലർവാടിയുടെ ആസ്വാദനം ഉണ്ടാകാതിരുന്ന ഏത് വീടുകളാണ് പഴയ കാലത്ത് നമ്മളുടെ നാടുകളിൽ ഉണ്ടായിരുന്നത്? അവിടെ ഇങ്ങനെ അവർ ചെടി നടും. 10 മണിക്ക് വിടരുന്ന ഒരു ചെടിയുണ്ട്, 12 മണിക്ക് വിടരുന്ന ചെടിയുണ്ട്. അത് വിടരുമല്ലേ എന്നൊന്നും അറിയില്ല. ആ ചെടിയൊക്കെ കണ്ടിട്ട് കുറെ കാലമായി. ആ ചെടിയൊന്നും നമ്മളുടെ പെൺകുട്ടികൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അത് അവരായിരുന്നു നട്ടിരുന്നത്, അവരായിരുന്നു അതിന് വെള്ളമൊഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ പ്രകൃതിയോടിണങ്ങി, അവരുടെ ശരീരത്തിൽ മണ്ണ് പുരണ്ടു, അവർ ആ മണ്ണിൽ കളിച്ചു, അവരാ മണ്ണിൽ കുഴികൾ ഉണ്ടാക്കി, ആ മണ്ണിനോടവർ സംസാരിച്ചു. നമ്മളെ പോലെയുള്ള ആളുകളുടെ ഏറ്റവും വലിയ പ്രവർത്തനം എന്തായിരുന്നു അന്ന്? നമ്മളുടെ സഹോദരിമാർ ഉണ്ടാക്കുന്ന ആ ചെടിയിൽ വിടരുന്ന പൂവറുത്ത് എങ്ങനെ അവരെ പ്രകോപിപ്പിക്കാൻ കഴിയുമെന്നാണ് നമ്മളൊക്കെ ശ്രമിച്ചിരുന്നത്. അതായിരുന്നു നമ്മളുടെ പണി. പുരുഷന്മാരായ, ചെറുപ്പക്കാരായ നമ്മുടെ കുട്ടികളായിരിക്കുന്ന സഹോദരന്മാരുടെ പണി അങ്ങനെയാണ്.
റോസാക്കമ്പിൽ പുഷ്പമുണ്ടായാൽ ഒരു ചെറിയ വാസന കൊടുത്ത് ഒന്ന് ചുംബിക്കാൻ പോലും നമ്മളുടെ സഹോദരിമാര് തയ്യാറാവൂല. കാരണം എന്താ? ചുംബിച്ചാൽ അതിന്റെ ഇതളുകൾ കൊഴിഞ്ഞു പോകുമോ? ആ ഒരു കാലമാണ് പ്രകൃതിയോടിണങ്ങിയ കാലം. പ്രകൃതി നമുക്കെല്ലാം വരദാനമായി നൽകിയിരുന്ന കാലം. നമ്മളുടെ കാലുകൾ അന്ന് ചവിട്ടിയിരുന്നത് മണ്ണിലായിരുന്നു. മണ്ണിന്റെ മണം നമുക്കറിയാമായിരുന്നു. മഴ പെയ്യുമ്പോൾ, പുതുമഴ പെയ്യുമ്പോൾ ആ പുതുമഴയുടെ ഗന്ധം നമുക്കിങ്ങനെ ആസ്വദിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ചെടിയുടെ പേരുകൾ അറിയില്ല. വീടിന്റെ മുമ്പിൽ ചിലരെങ്കിലും ചെടിച്ചട്ടികളിൽ ചെടി ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ചെടികൾ നനക്കാനും ആ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനും അതൊരു സ്നേഹമല്ല, കേവല അലങ്കാരം മാത്രമായിട്ടാ കാണുന്നത്. ചെടി സമ്മാനിക്കൂല, ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറൂല. ഞാൻ നിങ്ങളോട് പറയാണ്, ഈ മഴ പെയ്യുന്ന മഴക്കാലത്ത് നമ്മുടെ വലിയ സമ്മാനങ്ങൾ അതാകണം. ഈ മരം, ചില തൈകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് സമ്മാനം കൊടുക്കാൻ പറ്റുന്ന ഒന്നും നമ്മളുടെ കുടുംബത്തിലില്ല. അള്ളാഹു നൽകുന്ന കൂലി എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ നസബ ശജറതൻ ഫസബറ അലാ ഹിഫ്ളിഹാ. ഒരാൾ ഒരു മരം നട്ടു, എന്നിട്ട് ആ മരം സംരക്ഷിക്കാൻ അയാൾ ക്ഷമാപൂർവം അയാൾ കൈകാര്യം ചെയ്തു. വൽ ഖിയാമി അലൈഹാ, ആ മരത്തെ അയാൾ വല്ലാത്ത രീതിയിൽ സംരക്ഷിക്കുകയും സുരക്ഷിതമാക്കുകയും ചെയ്തു. ഹത്താ തുസ്മിറ, അതിലിങ്ങനെ ഫലം കായ്ക്കുന്നവരെ അല്ലേ? ഒരു തെങ്ങ് എവിടെയെങ്കിലും കൊണ്ടുപോയി നട്ടാൽ അല്ലേ, ഓരോ സമയത്തും തെങ്ങിന് വളമിടാൻ പോകും, തെങ്ങ് നനക്കാൻ വേണ്ടി പോകും. അങ്ങനെ അതിൽ തേങ്ങയുണ്ടാകും, മാവില് മാങ്ങയുണ്ടാവും അല്ലേ? നല്ല പ്ലാവ് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ നല്ല ചക്കകൾ ഉണ്ടാവും. അങ്ങനെ ഓരോന്നും ഓരോ സാധനങ്ങളും അങ്ങനെ ഉണ്ടാക്കിയാൽ നിശ്ചയമായും അതിലുള്ള എല്ലാ ഓരോന്നിലും അല്ലാഹു അവന് നൽകുന്നതാണ്. അതിലുള്ള പഴങ്ങളിൽ നിന്ന് ചിലപ്പോൾ കാക്കകളായിരിക്കും കഴിക്കുക, ചിലപ്പോൾ മൃഗങ്ങളായിരിക്കും ഭക്ഷിക്കുക, ചിലപ്പോൾ മനുഷ്യരായിരിക്കും അതിൽ നിന്ന് കഴിക്കുക. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അതിനവർക്ക് സ്വതക്കയുടെ കൂലിയുണ്ടെന്ന് ആദരവായ സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ. എല്ലാവരും ഒന്ന് സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാഹ് നാസർ ഭായി അടുത്ത് ബക്കറ്റ് ഒന്ന് ചെന്നാലോ അല്ലേ? ബക്കറ്റ് എവിടെ? ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് സംഘാടകർ വരികയാണ്. ഇൻഷാ അല്ലാഹ് നല്ല ഒരു സ്വതക്ക നിങ്ങളെല്ലാവരും ആ ബക്കറ്റിലേക്ക് നിക്ഷേപിക്കണം. അള്ളാഹുവേ, എന്ത് ഹലാലായ നിയ്യത്തോടെയാണോ ആ ബക്കറ്റിലേക്ക് ഈ മുഅ്മിനീങ്ങൾ സ്വതക്ക ചെയ്യുന്നത്, ആ സ്വതക്കകളെ നീ കബൂലാക്കണേ റഹ്മാൻ. ഇങ്ങോട്ട് വരും, ഞാൻ തുടങ്ങാം. ബിസ്മില്ലാ മക്കളെ, ഇങ്ങോട്ട് കൊണ്ടുവരും. എന്റെ സ്വതക്ക ചെറിയ സ്വതക്കയാണ്, അത് നോക്കേണ്ടതില്ല. നല്ലൊരു സ്വതക്ക പടച്ചവനെ, എന്ത് ഹലാലായ നിയ്യത്തോടെയാണോ ആ സ്വതക്കയെ ഈ മുഅ്മിനീങ്ങൾ ചെയ്യുന്നത്, ആ സ്വതക്കകളെ നീ കബൂലാക്കണേ തമ്പുരാനെ. എല്ലാവരും ആമീൻ പറയൂ. ആ സ്വതക്കകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ആ സ്വതക്കകളെ നീ കബൂലാക്കണേ തമ്പുരാനെ. അവരുടെ മുറാദുകളെ നീ ഹാസിലാക്കണേ റഹ്മാനെ. സ്നേഹമുള്ളവരെ, ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അപ്പോ നമ്മളിപ്പോ വീട്ടില്, നമ്മളുടെ വീടിന്റെ അടുക്കളയുടെ പരിസരത്ത് നമ്മൾ ഏതെങ്കിലും പച്ചക്കറി നട്ടു എന്ന് സങ്കല്പിക്കുക. അതൊരു വലിയ ഇബാദത്താണ്. നിസ്കാരവും നോമ്പും ഇബാദത്തും ആയതുപോലെ നിങ്ങൾ പച്ചക്കറി നട്ടു. ആ പച്ചക്കറിയുടെ ഇലകൾ ചിലപ്പോൾ കാണാം ഏതെങ്കിലും പുഴുക്കൾ അതിൽ നിന്ന് കഴിക്കുന്നു. നിങ്ങൾ ചെടി നട്ടാൽ അതിലുണ്ടാകുന്ന പൂക്കളിൽ നിന്ന് തേനീച്ചകൾ തേൻ നുകർന്നു കൊണ്ടുപോകും. പടച്ചോന്റെ അടുക്കൽ എത്തിയാലായിരിക്കും നമ്മളറിയാതെ നമ്മളുടെ പ്രതിഫലത്തിന്റെ ആ ഏടിൽ, നന്മയുടെ ആ ഏടിൽ, ദാനധർമ്മങ്ങളുടെ കൂലിയായി റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കൃഷിയെയും ഈ ചെടിയെയും ഈ പൂക്കളെയും ഈ ഫലങ്ങളെയും എല്ലാം നിശ്ചയിച്ചിട്ടുണ്ടാകുന്നത്. അതിലേറ്റവും നമ്മൾ സംരക്ഷിക്കേണ്ട ഒന്നാണ് വെള്ളം എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആമീൻ പറയൂ. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രകൃതിയുടെ, പരിസ്ഥിതിയുടെ ഏറ്റവും മനോഹരമായ ഒരു ദാനമാണ് വെള്ളം.
വെള്ളം ഒരാൾക്കും തടയാൻ പാടില്ല. വെള്ളം എല്ലാവർക്കും നൽകണം. അതെങ്ങനെ എല്ലാവർക്കും നൽകൽ എങ്ങനെയാണ്? ഒരുപക്ഷെ അയൽവാസിയുടെ വീട്ടിൽ, പരിസരത്തുള്ളവരുടെ വീട്ടിൽ വെള്ളമില്ല എങ്കിൽ നമുക്ക് നല്ല ഒരവസരമാണ് പടച്ച തമ്പുരാൻ കൂലി തരാൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ വെള്ളം കോരിക്കൊണ്ടുപോവാന്നുള്ളതല്ല. നമ്മൾ പറയും കറണ്ട് ബില്ല് കൂടുതലാണ്, ആയിക്കോട്ടെ, പൈസ കൊടുക്കുക, പണം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ സ്വതക്ക. വെള്ളം കൊടുക്കുന്നതിന്റെ അത്ര കൂലി വേറെ എന്ത് കാര്യത്തിനാ കിട്ടുക? ഞാൻ കഥ പറയാതെ പോയതാണ്. എന്താണ്? നായക്ക് വെള്ളം കൊടുത്തപ്പോ സ്വർഗത്ത് കടന്നു എന്നല്ലേ നമ്മൾ ചരിത്രത്തിൽ കേട്ടത്. പട്ടിക്ക് വെള്ളം കൊടുത്തപ്പോ അല്ലാഹു തആല എല്ലാ ദോഷങ്ങളെയും പുറത്തു കൊടുത്തു എന്നാണ്. ഒരു ഹദീസ് ഇങ്ങനെയാണ്: ഒരാൾ മറ്റൊരാൾക്ക് ഒരു മുറുക്ക് വെള്ളം കൊടുത്താൽ, ഒരാൾക്ക് ഒരു മുറുക്ക് വെള്ളം കൊടുത്തു. സാധാരണ അപ്പൊ ഞാനിവിടെ ഇരിക്കുകയാണ്, എനിക്കൊരാൾ ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ തന്നു, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരികയാണ്, ഞാൻ ഒരാൾക്ക് ഒരു മുറുക്ക് വെള്ളം ഒന്ന് കുടിക്കാൻ വെള്ളം കൊടുത്തു. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, അയാൾ 60 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം നേടും. അതിലൂടെ 60 അടിമകളെ മോചിപ്പിച്ച കൂലിയാണ് ഒരാൾക്ക് ഒരു നേരം ഗസ്റ്റിന് വെള്ളം കൊടുത്തു. അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത ആൾക്ക് എന്ന് പറഞ്ഞ വെള്ളം നമ്മളോട് ചോദിച്ചിട്ടില്ല, നമ്മൾ വെള്ളം കൊടുത്തു. ആവശ്യമുള്ള സമയത്താണ് ഒരാൾക്ക് ഒരു തവണ കുടിവെള്ളം നൽകുന്നത് എങ്കിൽ ഫകഅന്നമാ അഹ്യാ നഫ്സാ, അവൻ ഒരാൾക്ക് ജീവൻ നൽകുന്നവനെ പോലെയാണ്. ഒരാൾക്ക് ജീവൻ നൽകിയാലോ ഫകഅന്നമാ അഹ്യന്നാസ ജമീആ, അവൻ മുഴുവൻ ആളുകൾക്കും ജീവൻ നൽകിയവനെ പോലെയാണ് എന്ന് ആദരവായ സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഈ മഴ ഇങ്ങനെ പെയ്യാണ്. മഴ ഇങ്ങനെ പെയ്തിട്ട് എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ട്. നമ്മളുടെ വീട്ടിലും പെയ്യുന്നുണ്ട്, അടുത്ത വീട്ടിലും പെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ വീട്ടിലെ കിണറിലാണ് വെള്ളം ഉണ്ടാവുള്ളൂ, നമ്മളുടെ കുഴൽക്കിണറിലെ വെള്ളമുള്ളൂ. അല്ലെങ്കിൽ വേറെ അയൽവാസിയുടെ കുഴൽക്കിണറിൽ വെള്ളമല്ല. അങ്ങനെയാവുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ ഒന്നെന്താണെന്നറിയോ? പടച്ച തമ്പുരാൻ എല്ലാവരുടെ ഭൂമിയിലുമായി നൽകിയ വെള്ളമാണ് നമ്മളുടെ കിണറിന്റെ ഉറവയിലൂടെ ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പൊ ഈ വെള്ളം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. നമ്മളതിങ്ങനെ സ്വന്താക്കി വെച്ചിട്ട് ഇവിടുത്തെ കിണറിന്ന് കൊണ്ടുപോകാൻ പറ്റൂല, 4 ദിവസമൊക്കെ കൊണ്ടുപോയാൽ സമ്മതിക്കും. അല്ലെങ്കിൽ ആവശ്യത്തിന് വളരെ കുറഞ്ഞ വെള്ളം. ഞാൻ നിങ്ങളോട് പറയുന്നു, അത് ഖുർആൻ ശക്തമായി നിരുത്സാഹപ്പെടുത്തിയതാണ്. എന്താ പറഞ്ഞത്? ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കാരം നിർവഹിക്കുന്നവർക്കാണ് സർവനാശവും. ആർക്കാണ് നാശം? എങ്ങനെ നിസ്കരിക്കുന്നവരാണ്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരവരുടെ നിസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധവാന്മാരായ ആളുകളാണ്. പിന്നെ അവരാരാണ്? അല്ലദീനഹും യുറാഊന, നന്മ ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിപ്പിക്കാൻ ചെയ്യുന്ന ആളുകൾക്കാണ് സർവനാശവും. പിന്നെ ആർക്കാണ് വൈലെന്ന നരകം? അതല്ലെങ്കിൽ സർവനാശമാർക്കാണ്? വയംനഊനൽ മാഊൻ, പരോപകാര വസ്തുക്കളെ, അവശ്യ വസ്തുക്കളെ തടയുന്ന ആളുകൾക്കാകുന്നു. സൂറത്തുൽ മാഊൻ നമുക്കറിയാവുന്ന അവസാന ഭാഗത്തുള്ള ഒരു അധ്യായമാണ് അൽ മാഊൻ, അറഅയ്തല്ലദീ യുകദിബു ബിദ്ദീൻ എന്ന് പറയുന്ന ആ സൂറത്ത്. അതിന്റെ അവസാനമാണ് വയംനഉൽ മാഊൻ. എന്താണ് ഈ പരോപകാര വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ? മഹാന്മാര് പറയുന്നുണ്ട് 3 സാധനങ്ങളാണത് എന്നാണ്. വയംനഉൽ മാഊൻ, പരോപകാര വസ്തുക്കളെ തടയുന്നവർക്ക് വൈലെന്ന നരകണ്ടെന്ന് പറഞ്ഞാൽ ആ പരോപകാര വസ്തു ഏതാണ്? 1, അവന്റെ വീട്ടിലുള്ള വെള്ളം കൊടുക്കാതിരുന്നാൽ. രണ്ടാമത്തേത് ഏതാണ്? ഉപ്പ്. മൂന്നാമത്തേത് ഏതാണ്? തീ. ഇതിൽ മഹാന്മാരത് ചില ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നത് കാണാം. സാധാരണ മനുഷ്യന് നിത്യോപയോഗത്തിനുള്ള ചില സാധനങ്ങൾ അത്യാവശ്യമായിട്ട് വന്ന് നമ്മളോട് ആവശ്യപ്പെടും. ഉദാഹരണം പറയാണ്, അതിന് ചില മഹാന്മാർ ഉദാഹരണം പറയുന്നുണ്ട്. നമ്മളുടെ വീട്ടിലുള്ള മൺവെട്ടി ഒന്ന് ആവശ്യപ്പെട്ടാൽ, നമ്മളുടെ വീട്ടിലുള്ള കത്തി ഒന്ന് ആവശ്യപ്പെട്ടാൽ,
അത്യാവശ്യമുള്ള ചെറിയ ചെറിയ പാത്രങ്ങളൊന്ന് ആവശ്യപ്പെട്ടാൽ, ഈ തീ ആവശ്യപ്പെടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്. ചിലപ്പോൾ ഒരാളുടെ വീട്ടിൽ തീ ഉണ്ടാകും, എൻ്റെ വീട്ടിൽ അടുപ്പ് പോയിക്കാൻ തീപ്പെട്ടിയൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ തീ ഉണ്ടാക്കുന്ന വേറെ സാധനങ്ങളൊന്നുമില്ല. അപ്പൊ അവരുടെ വീട്ടിൽ നിന്ന് കടം വാങ്ങുക, അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അങ്ങനെ തീ കത്തിക്കുന്ന രീതിയൊക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നത്രേ. അത് തടയാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഈ പ്രകൃതിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ നാശം എന്ന് പറയുന്നത് ആ ജലത്തെ മലിനമാക്കുക എന്നുള്ളതാണ്. ആ ജലത്തെ ഉപയോഗശൂന്യമാക്കുക എന്നുള്ളതാണ്. ആ ജലത്തെ മോശമായ രീതിയിൽ, ആ വെള്ളത്തെ അവൻ ക്രൂരമായ രീതിയിൽ, മറ്റുള്ളവർക്ക് ഉപയോഗശൂന്യമായ രീതിയിൽ ആ വെള്ളത്തെ അവൻ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. അതിനെന്താണ് ഏറ്റവും വലിയ മാർഗങ്ങളിലൊന്ന്? എന്താണ്? ആ വെള്ളം ഒരിക്കലും മനുഷ്യൻ അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. കുറച്ചിങ്ങോട്ട് വെയിലായപ്പോഴേക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ മെയ് മാസത്തിൽ തന്നെ നമ്മളുടെയൊക്കെ പല നാടുകളിലും ജലവിതരണം നടത്തേണ്ടി വന്നിട്ടുണ്ട്, ഇല്ലേ? ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. ജലസമൃദ്ധിയുള്ള ഒരു നാടാണല്ലോ. ചുറ്റുപാടുകളിലൊക്കെ നല്ല ജലസമൃദ്ധിയുള്ള നാടായതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെയൊക്കെ നാട്ടിലുണ്ടായിരുന്നു. വെള്ളമില്ല വീടുകളിൽ. അപ്പോ ആ വെള്ളമില്ലാത്തത് കൊണ്ട് വലിയ ടാങ്കുകളിൽ വെള്ളം കൊണ്ടുപോയിട്ട് ആളുകൾക്ക് കൊണ്ടുപോയിട്ട് വിതരണം ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി. എന്താ കാര്യം? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ സഹാബിയായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വുളൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വുളൂ ചെയ്യുമ്പോൾ അതിന്റെ സുന്നത്ത് എന്താണ്? 3 വട്ടം കഴുകുക. ബഹുമാനപ്പെട്ടവരിങ്ങനെ വെള്ളം കൂടുതലായിട്ട് എടുത്തിട്ട് കഴുകൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, സഅദേ, അങ്ങനെ നീ ചെയ്യാൻ പാടില്ല. നീ നിന്റെ വെള്ളത്തിൽ അമിതവ്യയം ചെയ്യാൻ പാടില്ല. മിതമായിട്ട് ഉപയോഗിക്കുക. ആവശ്യത്തിനുള്ളത് ആവശ്യാനുസരണം ഉപയോഗിക്കുക. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇവിടെ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ, എന്താ അതിന് പ്രശ്നം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ പറഞ്ഞു, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയാണെങ്കിലും നീ വെള്ളത്തെ അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത്. അങ്ങനെ വെള്ളം ഇങ്ങനെ പുഴയെന്നാണോ ഒതുക്കുന്നത്? ഇവിടെ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ, ഞാൻ എന്തിനാണ് 3 പ്രാവശ്യത്തിൽ മാത്രമായിട്ടത് ഒഴിവാക്കുന്നത്? 10 പ്രാവശ്യം കഴുകിക്കൂടെ? ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ, ചിന്തിക്കാനേ പാടില്ല. അങ്ങനെ പഠിപ്പിക്കുന്ന മതത്തിന്റെ അനുയായികളായ നമ്മളുടെ വീടുകളിൽ വെള്ളത്തിന്റെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ എന്ത് സമീപനമാണ് പ്രിയപ്പെട്ടവരെ സ്വീകരിക്കുന്നത്? കുളിക്കാൻ, അതുപോലെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലേ? എത്ര വെള്ളമാണ്, ലിറ്റർ കണക്കിന് വെള്ളമാണ്. ഒരു 10 വർഷം മുമ്പ് ഒരു 5 ആളുകളുള്ള ഒരു വീട്ടിൽ ഉപയോഗിച്ചിരുന്നതിന്റെ 20ഓ 25ഓ ഇരട്ടി വെള്ളം ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് അങ്ങനെ താമസിക്കുന്ന ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കുളിക്കാൻ അവർക്ക് ഇഷ്ടം പോലെ വെള്ളം വേണം. അത് കുറെ കുളിക്കാനല്ല ഉപയോഗിക്കുന്നത്. ടാപ്പങ്ങ് തുറന്നിട്ടാൽ വെള്ളം അങ്ങ് ഒഴുകിപ്പോവുകയാണ്. കൈ കഴുകാൻ, പാത്രങ്ങൾ കഴുകാൻ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാത്തതിന്റെ ഒരു ഫലം കൂടിയാണ്. അത് മാത്രമാണെന്ന് പറയുന്നില്ല. വെള്ളമില്ലാതെയാകാൻ കുറെ കാരണങ്ങളുണ്ട്. അതിലൊട്ടുമിക്ക കാരണങ്ങളും വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യരാശി ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ കാരണത്താലാണ് കടലിലും കരയിലും കുഴപ്പങ്ങൾ ഉണ്ടായത്, മഴ കുറഞ്ഞു പോയത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്തെല്ലാം നമ്മൾ കേൾക്കുന്നു. ഈ ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന വിഷപദാർത്ഥങ്ങൾ അതെല്ലാം അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ പോയി നമ്മുടെ വാഹനങ്ങൾ പുറന്തള്ളുന്ന പുകകൾ അതെല്ലാം ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നുയർന്ന് ആകാശലോകത്തിന്റെ, ഈ ഭൗമിക ലോകത്തിന്റെ കവചമാകുന്ന ഓസോൺ പാളിയുടെ ആ സംരക്ഷണ ഭിത്തി മനുഷ്യന് പ്രയാസമാകുന്ന രീതിയിൽ അതിന് ദ്വാരങ്ങൾ വരെ
വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വർഷങ്ങളായി ശാസ്ത്രജ്ഞന്മാർ നമ്മെ അറിയിക്കുന്ന കാര്യമാണ്. സ്വാഭാവികമായിട്ടും വെയിലിന് ചൂട് കൂടും. മാത്രമല്ല, ഈ ഭൂമിയുടെ ഓരോ ഭാഗങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തണുപ്പിനെയും ചൂടിനെയും ഒക്കെ ക്രമീകരിച്ച് നിർത്തിയിട്ടുണ്ട്. എന്തിനാ ഹിമാലയത്തിന്റെ അവിടെ ഇത്ര വലിയ തണുപ്പ്? ആഫ്രിക്കയിലെ ചില സ്ഥലങ്ങളുണ്ട്, അവിടെ വലിയ വലിയ മഞ്ഞുമലകളാണ്. ചില അല്ലാഹു തആല ഈ ഭൗതിക ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ചില ഭാഗങ്ങളിൽ മനുഷ്യന് വസിക്കാനേ കഴിയില്ല. അവിടെ വെറും മഞ്ഞാണ്, മഞ്ഞ്, വെറും മഞ്ഞ്. ഭൂമിയുടെ മുകളിൽ ആകമാനം ഐസ് മൂടിക്കിടക്കുന്ന ഇടങ്ങൾ. ഇന്ന് സംഭവിക്കുന്ന കാര്യം എന്താണ്? അതൊക്കെ ഇങ്ങനെ ഉരുകി 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 ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ മനുഷ്യന് വലിയ പ്രയാസവും ഇടങ്ങേറുണ്ടാകുന്ന ഒരു സാഹചര്യം. നമ്മൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. സത്യത്തില് നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീട്ടിൽ നമ്മൾ താമസിക്കുന്ന ആ സൗകര്യങ്ങൾ നമുക്കൊരു പക്ഷേ നമുക്ക് പ്രകൃതിക്ക് അനുകൂലമാക്കാൻ കഴിയുന്നില്ല. വീടിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറിയാൽ നമുക്ക് ചൂടാണ്, നമുക്ക് പ്രയാസാണ്. നമ്മൾ മണ്ണോ ചുറ്റുപാടുകളോ ഒന്നും കാണുന്നില്ല. കാരണം ഞാനത് ആക്ഷേപിക്കല്ല, പലതും അനിവാര്യമായിരിക്കും. നമ്മളുടെ വീടിന്റെ ഗേറ്റ് മുതൽ ആ വീടിന്റെ മുറ്റം മുഴുവൻ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു തരി മണ്ണ് പോലും പുറത്തു കാണാൻ കഴിയാത്ത രീതിയിൽ മുഴുവൻ ഇന്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? അതിലൂടെ ചൂട് വല്ലാതെ വർദ്ധിച്ചു. നമ്മൾ വീടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഒക്കെ ആയിക്കോട്ടെ, അങ്ങനെ നമ്മളുടെ വീടുകളിലുള്ള താമസങ്ങൾ പോലും ദുസ്സഹമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ ഭൂമിയിലുള്ള ആളുകൾക്ക് ആകമാനം അനുഭവഭേദ്യമാകാനുള്ള കാരണം എന്താണ്? മനുഷ്യന്മാര് ഇങ്ങനെ അവരുടെ സൗകര്യം അവർക്കെങ്ങനെയാണോ സൗകര്യപ്പെടുന്നത്, എന്താ ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മളുടെ നാടുകളിൽ കാടുകളുള്ള ഇടങ്ങൾ ഉണ്ടായിരുന്നു, തണ്ണീർത്തടങ്ങൾ ഉണ്ടായിരുന്നു, നെൽവയലുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം തകർത്തു കളഞ്ഞു. ഇന്ന് നമ്മളോട് പ്രകൃതിയെ സംബന്ധിച്ച് പഠനം നടത്തുന്ന ആളുകൾ പറയാറുണ്ട്, മലയുടെ മുകളിൽ ഉണ്ടായിരുന്ന കുറെ പാറകൾ അവിടെ നിന്ന് പൊട്ടിച്ചെടുത്തു, അതല്ലെങ്കിൽ ഒരു വലിയ മരം അവിടെ നിന്ന് പിഴുതെടുത്തു. ഒരു മരം പിഴുതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കുഴി രൂപപ്പെടുന്നു എന്നാ പറയുന്നത്. മരം അവിടെ ഉണ്ടെങ്കിൽ മഴ പെയ്യുമ്പോൾ ആ മരം അതിനെ സംരക്ഷിച്ചു നിർത്തും. നമ്മളുടെ മലയുടെ മുകളിലേക്ക് ചെരിഞ്ഞ ഇടങ്ങളിലേക്ക് ഈ മഴ ഇങ്ങനെ ചെന്ന് അത് മുഴുവൻ ജലം നിറയുമ്പോ നമ്മൾ കാണാറില്ലേ, അതങ്ങ് പൊട്ടിയിട്ട് ഭൂമിയെ ആകമാനം തകർത്ത് തരിപ്പണമാക്കാണ്. ഉരുൾപൊട്ടലുകൾ എത്രയെത്ര ദുരന്തങ്ങളാണ്. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. എല്ലാരും ആമീൻ പറയും, ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. ഒരപകടവുമില്ലാതെ ഞങ്ങളുടെ നാടുകളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. നമ്മൾ ആലോചിച്ച് നോക്കിയേ, പ്രളയം വന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്താണ്? എല്ലായിടങ്ങളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യന്റെ ഉപയോഗശൂന്യമായ സാധനങ്ങൾ നിറഞ്ഞു. അന്ന് പറയപ്പെട്ട ഒരു കാര്യമുണ്ട്, എന്താണോ നമ്മൾ കടലിലേക്ക് തള്ളിയത്, എന്താണോ നമ്മൾ പുഴയിലേക്ക് തള്ളിയത്, അതെല്ലാം പുഴ നമുക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. നമ്മുടെ കയ്യിലേക്ക് തന്നെ അത് തിരിച്ചു തന്നിരിക്കുകയാണ്. ഇങ്ങനെ പ്രകൃതിയെ മറന്ന് ഈ പ്രകൃതിയെ ദ്രോഹിക്കാൻ മനുഷ്യൻ തയ്യാറാകുമ്പോ അതിനുള്ള പരിഹാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്നാമത്തെ പരിഹാരം ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് പുറമെ പരമാവധി നമുക്ക് അല്ലാഹു തമ്പുരാൻ നൽകിയ ഈ ഭൂമിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെടികൾക്ക് പുറമെ വൃക്ഷങ്ങളെ നടുവാനും, വൃക്ഷത്തൈകൾ നടുവാനും, വൃക്ഷങ്ങളെ ഫലവൃക്ഷങ്ങളെ ഉണ്ടാക്കുവാനും തയ്യാറാകണം. മാവ് നടണം, തെങ്ങ് നടണം. ഇപ്പൊ പഴയ കാലത്തെ പോലെ എല്ലാവർക്കും ഒരുപാട് ഭൂമിയൊന്നും ഉണ്ടായിക്കോണമെന്നില്ല. എന്നാലും നമ്മൾ ഉള്ള സ്ഥലങ്ങളിൽ അതിന് നമ്മൾ വലിയ പ്രാമുഖ്യം നൽകണം. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? റഹ്മാനായ റബ്ബിനോട് നമ്മൾ നിരന്തരമായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുക, പൊറുക്കളിനെ തേടുക. എന്നാൽ അല്ലാഹു തആല ഈ പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്ന്, ഈ കഠിനമായ ദുസ്സഹമായ വിഷമങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമുക്ക് വലിയ കാവൽ നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. മഹാനായ സയ്യിദുനാ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം
റഹ്മാനായ റബ്ബിന്റെ ദീനിനെ ദഅവത്ത് ചെയ്ത മഹാനായ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. നിരന്തരമായി സമൂഹത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നത്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണേ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ ജനങ്ങളെ. അവരാരും അത് സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നപ്പോ അല്ലാഹു അവർക്ക് വലിയ വലിയ പ്രകൃതി ദുരന്തങ്ങൾ നൽകി. രണ്ടാമത്തെ ദുരന്തം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, വലിയ പ്രളയമായിരുന്നു. അല്ലാഹുവിനെ അനുസരിക്കാതിരുന്നപ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ പോലും മഹാനുഭാവനെതിരായപ്പോ, തന്റെ പ്രിയതമയായ ഭാര്യ പോലും നൂഹ് അലൈഹിസ്സലാമിനെ സ്വീകരിക്കാതെ തള്ളിപ്പറയാൻ തയ്യാറായപ്പോ അല്ലാഹു തമ്പുരാൻ ഘോരം മഴ വർഷിപ്പിച്ചിട്ട് ആ നാടിനെ മാത്രമല്ല ഭൂമിയിലാകമാനം മഹാപ്രളയം നൽകി കഠിനമായ ശിക്ഷ കൊണ്ട് അല്ലാഹു ആ സമൂഹത്തെ നശിപ്പിച്ചു. അല്ലാഹുവിനെ ധിക്കരിച്ചാൽ, തമ്പുരാനെ ദ്രോഹിച്ചാൽ, റബ്ബിന്റെ കൽപ്പനകൾക്ക് വിധേയരാകാതിരുന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പരീക്ഷിക്കുന്ന ഒരു രൂപമാണ് പറയുന്നത്. അതിന്റെ തൊട്ടു മുമ്പുണ്ടായിരുന്ന പരീക്ഷണം എന്താണ്? കഠിനമായ ക്ഷാമമായിരുന്നു. വെള്ളമില്ല, മഴയില്ല, ജലാശയങ്ങൾ വറ്റിവരണ്ടു, തോടുകൾ ഉണങ്ങിപ്പോയി, കുളങ്ങൾ വറ്റിപ്പോയി. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന് മനസ്സിലായി, എന്താണ് അല്ലാഹു ഇവർക്ക് ഇങ്ങനെ ഒരു ക്ഷാമകാലം നൽകാനുള്ള കാരണം. നൂഹ് നബി ജനങ്ങളോട് പറയുന്നു, ജനങ്ങളെ നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഈ ക്ഷാമത്തിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം വേണമോ? ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണേ. അതാണ് പരിഹാരം. പടച്ചവനോട് പൊറുക്കലിനെ തേടണേ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണേ. സഹോദരിമാരെ, വല്ലാത്ത ചൂടുണ്ടാവുമ്പോ, മഴ വല്ലാതെ പെയ്ത അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ, അതുകൊണ്ടാണല്ലോ ഒരു ഇടിനാദം കേട്ടാൽ നിങ്ങൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലാക്ക് തസ്ബീഹ് ചൊല്ലണമെന്ന് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാന മൻ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ആദരണീയരായ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സർവാധിനാഥനായ തമ്പുരാന്റെ മുമ്പില് ചെയ്തുപോയ പാപങ്ങൾക്ക്, തെറ്റുകൾക്ക് അല്ലാഹുവിനോട് നമ്മൾ ഏറ്റുപറയാൻ തയ്യാറായാൽ, ഇന്നഹു കാന ഗഫാറാ, റഹ്മാനായ റബ്ബ് നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരുന്നവനാണ്. അതിലൂടെ നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന പ്രകൃതിപരമായിരിക്കുന്ന അനുഗ്രഹം എന്താണെന്നറിയോ? യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, നിങ്ങൾക്ക് അല്ലാഹു കോരിച്ചൊരിയുന്ന മഴയെ വർഷിപ്പിച്ചു തരുന്നതാണ്. നല്ല മഴയുണ്ടാകും, അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന മഴ നിങ്ങൾക്ക് അല്ലാഹു തരും. അതിനുള്ള മാനദണ്ഡം എന്താണ്? നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. എന്നിട്ട് പടച്ചവൻ പറയുകയാണ്, അതുമാത്രമാണോ? യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ. സന്താനങ്ങളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും അല്ലാഹു നിങ്ങൾക്ക് വലിയ കരുത്ത് നൽകുന്നതാണ്. നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനോഹരമായ തോട്ടങ്ങളെയും നിറഞ്ഞൊഴുകുന്ന പുഴകളെയും നൽകുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെങ്കിൽ, മുഅ്മിനീങ്ങളെ, നമ്മുടെ ലക്ഷ്യം സ്വർഗമാണല്ലോ, സ്വർഗത്തിന്റെ അനുഭവങ്ങളാണല്ലോ. നിങ്ങളൊന്ന് ഖുർആനിനെ ഒന്ന് പഠിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധമായ ഖുർആനുൽ ശരീഫ് സ്വർഗത്തെ കുറിച്ചുള്ള വർണ്ണനകൾ നമ്മോട് പറയുമ്പോ, ഈ ഭൗതിക ലോകത്തെ രമണീയമായ പ്രകൃതിയിലേക്ക് ചേർത്തിയല്ലയോ ആ വിശുദ്ധ ഖുർആനിലെ സ്വർഗത്തിലെ വർണ്ണനകൾ പറഞ്ഞിട്ടുള്ളത്. സ്വർഗത്തിൽ നമ്മൾ കണ്ട ഒന്നുമില്ല, സ്വർഗത്തിൽ നമ്മൾ കേട്ട ഒന്നുമില്ല, നമ്മുടെ മനസ്സിൽ വന്ന ഒരു രൂപത്തിലും ഒന്നും സ്വർഗത്തിലില്ല. ഞാൻ നിങ്ങളെ കണ്ടാൽ നിങ്ങളെ കുറിച്ച് ഇപ്പൊ ആലോചിക്കുന്ന ഒരു രൂപമോ, നിങ്ങൾക്കുള്ള രൂപമോ, നിങ്ങൾക്കുള്ള ഭക്ഷണമോ ഒന്നുമല്ല സ്വർഗത്തിലുള്ളത്. അങ്ങനെ
അങ്ങനെയുള്ള സ്വർഗത്തെ അള്ളാഹു വർണ്ണിക്കുമ്പോ ഈ ഭൂമിയിലെ പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തോട് ചേർത്തിട്ടല്ലേ എന്റെ സഹോദര സഹോദരി ഖുർആൻ വർണ്ണിച്ചിട്ടുള്ളത്. ഫീഹാ ഐനുൻ ജാരിയ, ഒഴുകുന്ന നദിയാ ഖുർആനിലുണ്ട്. അന്നലഹും ജന്നാത്ത് തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അടിവാരത്തുകൂടെ അരുവികൾ ഒഴുകുന്ന മനോഹരമായ സ്വർഗത്തിലെ തോട്ടങ്ങൾ, ഉദ്യാനങ്ങൾ എന്ന് പറയുമ്പോ ആ സ്വർഗത്തിലുള്ള തണലുകളെ വർണ്ണിക്കുമ്പോ ആ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തമ്പുരാൻ സ്വർഗലോകത്ത് വെച്ച് നൽകുന്ന ഭക്ഷണത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖാ, ആ സ്വർഗത്തിൽ ഭക്ഷണമായി നൽകപ്പെടുന്നത് നല്ല രുചികരമായ പഴങ്ങളായിരിക്കും. ആ പഴങ്ങൾ അവർക്ക് ലഭ്യമാകുമ്പോ, ആ പഴങ്ങൾ അവർക്ക് കിട്ടുമ്പോ അവരല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ, ഇത് ഞങ്ങൾക്ക് മുന്നേ കിട്ടിയ പഴങ്ങളാണല്ലോ പടച്ചവനെ, ദുനിയാവിൽ ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയ പഴങ്ങളാണല്ലോ എന്ന് മനുഷ്യരായ ആളുകൾ അല്ലാഹുവിനോട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലെ ഓരോ ഭാഗങ്ങളും സ്വർഗീയ അനുഭവങ്ങൾ ഉൾപ്പെടെ ഈ പ്രകൃതിയോട് ചേർത്തിട്ടാണ്, ഈ ചുറ്റുപാടുകളെ അറിയിച്ചിട്ടായി ചുറ്റുപാടുകളോട് ലയിച്ചിട്ടാണ് നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ സ്വർഗം നേടാൻ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം, ഇതിനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കണം. ഈ പ്രകൃതിയെ മലിനീകരിക്കരുത്, ഈ പ്രകൃതിയെ നമ്മൾ ഉപദ്രവിക്കരുത്. എല്ലാം റബ്ബിന്റെ ദാനമായി, അവന്റെ ഔദാര്യമായി നിരന്തരമായി നമുക്കിങ്ങനെ ലഭ്യമായി കൊണ്ടിരിക്കുമ്പോ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, മനുഷ്യരായ നമ്മളൊരാളും അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവരാകരുത്. നമ്മൾ പ്രകൃതിയിൽ ലയിച്ച് ചേരാനുള്ളവർ കൂടിയാണ്, മണ്ണോട് ചേരാനുള്ളവരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ സന്ദർഭത്തിൽ നമുക്ക് സ്വർഗീയമായ അനുഭവങ്ങൾ നൽകട്ടെ. ആമീന യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തിട്ട് സമയം 11 മണിയായി. റബ്ബ് നമുക്കൊരു ചെറിയ ദുആ കൂടെ നടത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. നല്ല മഴ പെയ്തു, ഇനി എപ്പോഴാണ് മഴ പെയ്യാന്നും അറിയില്ല. ഇൻഷാ അല്ലാഹ് ഒരൊറ്റ കാര്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അൽഹംദുലില്ലാഹ് 25ാമത്തെ ആണ്ട് നിറച്ച 25 കൊല്ലവും ഈ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് വലിയുല്ലാഹി അംദ്രുപ്പാപ്പായുടെ പേരിൽ ഭക്ഷണം കൊടുക്കാൻ ഇവിടുത്തെ നമ്മളുടെ സഹപ്രവർത്തകന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. അത് കൊടുത്തതാരാ? ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മൾ ഓരോരുത്തരുമാണ്. ഓരോ ചാക്കരി ഏറ്റെടുത്തിട്ട് നമ്മൾ അത് കൊടുത്തു. ഞാൻ നിങ്ങളോട് പറയാണ്, ഇക്കൊല്ലവും ആ ഭക്ഷണം തേടി വരുന്ന മുഅ്മിനീങ്ങളുണ്ടാവും. അന്ന് അവരുടെ വീടുകളിൽ അവർ കഴിക്കുക ഇവിടെ നിന്ന് അംദ്രുപ്പാപ്പയുടെ പേരിൽ നിങ്ങൾ നൽകിയ അരി ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഭക്ഷണമായിരിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരൊക്കെയാണ് നല്ല ഒരു നിയത്ത് ചെയ്ത് പടച്ചവനെ എനിക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന് അരി മേടിക്കാൻ ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ടി വരാത്ത ഒരു സാഹചര്യം ഉണ്ടാകാൻ ഇൻഷാ അല്ലാഹ് ഞാനിതാ ഒരു ചാക്ക് അല്ലെങ്കിൽ 2 ചാക്ക് അരി ഏറ്റെടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നീ അതിലപ്പുറം ഉണ്ടെങ്കിലും ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അതിനപ്പുറം സ്വതക്ക കൊടുക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിൻ്റെ അപ്പുറം എന്ത് ഉത്തമമായ സ്വതക്കയാണുള്ളത്? സ്വതക്കയിലെ ഏറ്റവും പുണ്യമായ ഒന്നാണ്. ഞാൻ നിങ്ങളോട് ഇവിടുന്ന് ഒരു കാര്യം പറയാണ്. ഇപ്പം നമ്മളുടെ നാട്ടിലൊക്കെ കുറേ ആളുകൾ ഹജ്ജിന് പോയി. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, കഴിഞ്ഞ വർഷം അംദ്രുപ്പാപ്പായുടെ ഉറൂസിൽ വന്നിട്ട് പടച്ചോനെ ഹജ്ജിന് പോകാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവണം, ഞാനിത് അംദ്രുപ്പാപ്പയുടെ ഉറൂസിൽ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തിട്ട് ഭക്ഷണം കൊടുത്ത ആളുകൾക്ക് അല്ലാഹു ഹജ്ജിന് പോകാൻ അവസരം നൽകിയിട്ടുണ്ടാവും ഒരാൾക്കെങ്കിലും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടുന്ന് മനസ്സറിഞ്ഞൊന്ന് നിയ്യത്ത് ചെയ്തിട്ട്, നമ്മൾ ഒരു ചാക്ക് അരി കൊടുക്കുമ്പോൾ 60 കിലോയുടെ അരിയാണ്. ആ അരി കൊണ്ട് എത്ര മുഅ്മിനീങ്ങൾ ഭക്ഷണം കഴിക്കുമെന്നറിയോ? ഏറ്റവും ചുരുങ്ങിയത് ഒരു 500-600 ആളുകളെങ്കിലും കഴിക്കൂലേ? ഒരു ചാക്ക് അരിയായിട്ട് കഴിക്കുമോ? ഇല്ല. 60 കിലോയുടെ അരിയായിട്ട് എത്ര ആൾ ഭക്ഷണം കഴിക്കും? 60 കിലോയുടെ അരി കൊണ്ട് എത്ര ആൾ ഭക്ഷണം കഴിക്കും?
കൊടുക്കുന്നതല്ല, അരി കൊണ്ട് എത്ര ആള് ഭക്ഷണം കഴിക്കുന്ന ചോദിച്ചത്. 1 കിലോന് ഒരു 6 ആളുകൾ കൂട്ടിയാൽ 6 എത്ര 450 ആളുകൾ ഭക്ഷണം കഴിക്കും ഇൻഷാ അല്ലാഹ്. അതായത് ഒരു ചാക്ക് ഏറ്റെടുക്കുന്ന ആള് 450 ആളുകൾക്കുള്ള ഭക്ഷണത്തിനാണ് സ്വതക്ക നൽകുന്നത്. പടച്ചോനെ, നാളെ തന്നെ തരണമെന്നില്ലല്ലോ. എന്ന് തരണം? തരികയാണെന്നവര് ആണ്ട് നാളെയാണ്. നാളെ കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് എത്ര ദിവസത്തെ അതോടെ തരണോ? അല്ലാത്തവർ തരണ്ട. നിങ്ങൾ അവർക്കൊരു സാവകാശം കൊടുക്കി ഇൻഷാ അല്ലാഹ്. ഏറ്റവും ഖൈർ. അല്ലാത്തവര് ഒരാഴ്ച 2 ആഴ്ച ഇൻഷാ അല്ലാഹ്. ഞാൻ നിങ്ങളോട് പറയണം, അത്ര ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഒരു മാസത്തിന്റെ ഉള്ളിൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാളെ കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അതല്ല മറ്റന്നാൾ കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. 2 ചാക്കാരി ഏറ്റെടുക്കാൻ കഴിയുന്ന എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 900 ആളുകൾക്ക്, 1000-ഓളം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന ഒരു 8000 രൂപ വരും. അതിന് 8000 രൂപ. അത് ഏറ്റെടുക്കാൻ പറ്റുന്ന ആരെങ്കിലും മജ്‌ലിസിലുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കൈപൊക്കിക്കോളി. ഒരു 8000 രൂപ 2 ചാക്കാരി ഏറ്റെടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കിക്കോളി ഇൻഷാ അല്ലാഹ്. പടച്ചവനെ, ഹജ്ജിന് പോകാൻ നിയ്യത്ത് ചെയ്തിട്ട് 1 ചാക്കാരി ഏറ്റെടുക്കാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട്? അതൊരിക്കലും നമ്മൾ പറ്റാവുന്നവരൊരിക്കലും പിറകോട്ട് പോകരുത്. അള്ളാഹു നിങ്ങൾക്ക് അവസരം തരും. പടച്ചോനെ, കൊല്ലം ഉളുഹിയ്യത്ത് ഒന്നും കൂടാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഇപ്രാവശ്യത്തെ വലിയൊരു സ്വതക്ക ഇതായിക്കോട്ടെ. ഈ ദുൽഹിജ്ജ മാസത്തിലേക്ക് കടക്കാൻ പോകുന്ന ദുൽഖഅദിന്റെ അവസാനമാണ്. അള്ളാഹുവേ, എനിക്ക് പ്രാവശ്യം അതിനൊന്നുള്ള അവസരമില്ല. ഞാനിതാ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു 4000 രൂപ ഈ ഒരു ഭക്ഷണത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന ഒന്നാമത്തെ ഒരാളൊന്ന് കൈപൊക്കിയ ഒരാള് അൽഹംദുലില്ലാ. രണ്ടാമത്തെ ആളാരാണ്? രണ്ടാമത്തെ ആള് അൽഹംദുലില്ലാ, നല്ല ഈമാനുള്ള സദസ്സാണ്. മൂന്നാമത്തെ ആളാരാണ്? മൂന്നാമത്തെ ചാക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നയാള്. മൂന്നാമത്തെ ഒരാളും കൂടി ഒന്ന് കൈപൊക്കി. ഒരാളും കൂടെ, മൂന്നാമത്തെ ഒരാള്. ബിസ്മില്ലാ. സഹോദരിമാരാരെങ്കിലും പറയുന്നുണ്ടോ? ആരെങ്കിലും ഒരാള്? മൂന്നാമത്തെ ഒരു ചാക്ക്. അല്ലാഹുവേ, ഒരാളും കൂടെ പറയും. എന്നാ നമുക്ക് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. ഒരാളും കൂടെ സഹോദരന്മാരിൽ നിന്ന് പറയും, ഞാനും ഒരു ചാക്കരി ഏറ്റെടുക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി. ഏതെങ്കിലും ഒരു മുഅ്മിനായ സഹോദരൻ. അല്ലാഹുവേ, ആരെങ്കിലും ഒരാൾ പറയോ? ഒരൊറ്റ ആള്. മൂന്നാമത്തെ ഒരു ചാക്കരി. അല്ലാഹുവേ, ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം നീ കൊടുക്കണേ തമ്പുരാനെ. എല്ലാരും ആമീൻ പറ. ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം നീ നൽകണേ റഹ്മാനെ. ആ സഹോദരൻ ആരാണോ 2 ആളുകൾക്കും ബറക്കത്ത് ചെയ്യണേ അല്ലാ. കൈ ഉയർത്തിപ്പിടിച്ച് ആമീൻ പറയൂ. ചെറുപ്പക്കാരാണ്, നീ ഖൈറ് കൊടുക്ക് അല്ലാ, ഇസ്സത്ത് കൊടുക്ക് അല്ലാ, ബറക്കത്ത് കൊടുക്ക് അല്ലാ. ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഷർറുകളിൽ നിന്ന് കാക്കണേ അല്ലാ. ഉപദ്രവങ്ങളിൽ നിന്ന് സലാമത്താക്കണേ തമ്പുരാനെ. പടച്ചവനെ, മക്കളിലോ പേരക്കിടാങ്ങളിലോ ഈ അരിക്ക് വേണ്ടിയിട്ട് ഒരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ നീ നൽകല്ലേ അല്ലാ. ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും അവർക്കോ അവരുടെ കുടുംബങ്ങൾക്കോ ഒരാൾക്കും നീ നൽകല്ലേ അല്ലാ. ഹൃദയത്തിന്റെ ഉള്ളിൽ നല്ല ഒരു നിയ്യത്തോടെ ഞാൻ കൊടുത്തുകൊള്ളാം ഒരു ചാക്കരി ഇൻഷാ അല്ലാ എന്ന് പറയാൻ കഴിയുന്ന മൂന്നാമത്തെ ഒരാൾ ഈ മജ്‌ലിസിലുണ്ടോ? ഒരാളും കൂടി ഒന്ന് കൈപൊക്കി. ബിസ്മില്ലാ. ഏതെങ്കിലും ഒരു സഹോദരൻ. അല്ലാഹുവേ, ആരാണ് ആ ഭാഗ്യവാൻ? ഏതെങ്കിലും ഒരു സഹോദരൻ ഒന്ന് നോക്കബീലെ. സഹോദരിമാരിൽ ആരെങ്കിലും ഒരു ചാക്കരി തരുന്നവരുണ്ടോ? ഒരൊറ്റയാള്. മൂന്നാമത്തെ ഒരാൾ. ഉണ്ടോ? ആരെങ്കിലും ഒരാള് ഒന്ന് കൈപൊക്കൂ ഇൻഷാ അല്ലാഹ്. സഹോദരന്മാരാരെങ്കിലും. അല്ലാഹുവേ, ഈ അപേക്ഷ ഇതിൽ ആരാണോ സ്വീകരിക്കുന്നത് അവരുടെ നിന്നോട് പറയുന്ന അപേക്ഷകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ആരെങ്കിലും കേൾക്കോ നമ്മുടെ അപേക്ഷ? ഒരു ചാക്കരി കൂടെ ഏറ്റെടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? സഹോദരിമാരൊന്ന് നോക്ക്, ആരെങ്കിലും ഉണ്ടോ നോക്ക്. മൂന്നാമത്തെ ഒരാള്. നമുക്ക് അരി കൊടുക്കണ്ടേ? ഭക്ഷണം കൊടുക്കണ്ടേ? ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഉണ്ടാവോ അബിലെ? ആരുമില്ല. ഒരാളും കൂടെ പറയോ ഇൻഷാ അല്ലാഹ്? 2 ആള് കൂടിയിട്ട് ഓരോ ചാക്കരി പറയും. 2 ആള് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതിലെ ഒരു 30 കിലോയുടെ 2000 രൂപ ഞാൻ തരാം. ആരാ പറയാ?
പകുതി ഞാൻ തരാം, ഒരു 2000 രൂപ. ആരെങ്കിലും പറയോ? ഒന്നാമത്തെ ആളാരാണ്? ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ഒരു ചാക്കരിയുടെ പകുതി എന്ന് പറഞ്ഞാൽ 4000 രൂപയുടെ പകുതി, 2000 രൂപ തരാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു 2 ആളും കൂടെ പറഞ്ഞാലും ഞാൻ സ്വലാത്ത് ചൊല്ലി ദ്വാരന്ന് വാഴ നിർത്താം ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഉണ്ടോ? ഒരാൾ പകുതി ഏൽക്കുവോ? 2000 രൂപ ആരെങ്കിലും ഏൽക്കുവോ ഒരു മാസത്തിന്റെ ഉള്ളിൽ? അൽഹംദുലില്ലാ റബ്ബേ, ഈ സദസ്സിന്റെ മുമ്പിൽ ഇങ്ങനെ കേണ് പറയുമ്പോ അത് കേൾക്കാൻ തയ്യാറായ ആ കൂട്ടുകാരന്റെ മനസ്സിൽ നിന്നോട് അദ്ദേഹം എന്തെങ്കിലും അപേക്ഷ പറയുന്നുവെങ്കിൽ തമ്പുരാനെ അത് നീ സ്വീകരിക്ക് അല്ലാ. ആ സഹോദരന്റെ ആവശ്യം നീ നിറവേറ്റണേ അല്ലാ. അവിടെ സഹോദരി ഉണ്ടോ? ആരെങ്കിലും ഒരാൾ ഒരു പകുതി 2000 തരാൻ പറ്റുന്ന ആരെങ്കിലും? ഇനി സഹോദരന്മാരിൽ ആരെങ്കിലും ഉണ്ടോ? ആരോ കൈപൊക്കിയോ? ഒരാൾ കൈപൊക്കിയോ? അപ്പൊ 1.5 അല്ലേ? 3 ആളുകളായില്ലേ? 2000 3 ആളുകളായോ അബിലെ? ആണുങ്ങളുടെ ഭാഗത്ത് 2 ആള്, സ്ത്രീകളുടെ ഭാഗത്ത് 1 ആള്. അൽഹംദുലില്ലാ 3 ആളുകളായി. ഒരാളും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 2 ചാക്കായല്ലോ. നമ്മുടെ മൈക്കക്കാരനാണ്. അൽഹംദുലില്ലാ, അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ. ഇനി ആരെങ്കിലും പറയാൻ തയ്യാറാകുന്നുണ്ടോ? ഒരു പകുതി 2000 രൂപ ഞാൻ തരാന്ന് പറഞ്ഞത്. അൽഹംദുലില്ലാ, അല്ലാഹുവേ ഒരു സഹോദരൻ ഇതാ പറഞ്ഞിരിക്കുന്നു, നീ സ്വീകരിക്കണേ റഹ്മാനെ. അദ്ദേഹം 5 ആളുകളായി. 6ാമത്തെ ഒരാളും കൂടെ ഉണ്ടോ? 6ാമത്തെ ഒരാള് ആരാണ്? റിയാസോ? അൽഹംദുലില്ലാ, അല്ലാഹുവേ എന്റെ സഹപ്രവർത്തകനാണ്, നീ സ്വീകരിക്കണേ റഹ്മാനെ. ആമീൻ പറയൂ. ഹജ്ജിന് പോകാനുള്ള വഴി എളുപ്പമാക്കണേ അല്ലാ, ഉദ്ദേശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. എന്റെ സഹോദരിമാരിലും സഹോദരന്മാരിലും ഇനി ആരാണോ ഒരു 2000 രൂപ അതിലേക്ക് നൽകുന്നത്, നീ ഖൈർ കൊടുക്ക് റബ്ബേ, ബറക്കത്ത് കൊടുക്ക് അല്ലാ. ഇനി ആരെങ്കിലും പറയാൻ തയ്യാറുണ്ടോ? ഉണ്ടോ? 2000 രൂപ പറയാൻ തയ്യാറുണ്ടോ? എന്നാ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ ഒരു 15 കിലോയുടെ പൈസ ആയിരിക്കും എത്ര രൂപ? 1000 രൂപ എന്ന് പറഞ്ഞാൽ അല്ലേ? അല്ല നാസർ പൈസ ഒരു 15 കിലോയുടെ രൂപയായിരിക്കും 1000 രൂപ അല്ലേ? 12 ഉണ്ടാവുക അങ്ങനെയാണോ? 12 കിലോയുടെ അങ്ങനെ തന്നെ അല്ലേ? തെറ്റിയോ? അങ്ങനെ തന്നെ അല്ലേ? 12 കിലോയുടെ. സൗദിയിൽ നിന്ന് നമ്മളുടെ ഒരു പ്രവർത്തകൻ ഒരു ചാക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവേ കബൂൽ ചെയ്യണേ റബ്ബേ, ജോലിയിൽ ഖൈർ കൊടുക്കണേ റഹ്മാനെ. ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ഈ മോമിനിയങ്ങൾ ഇവിടെ സ്വതക്ക ചെയ്യാൻ തയ്യാറാവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞങ്ങളോട് പറയാണ്, പറ്റാവുന്നവരൊക്കെ ഒരു മാസത്തിന്റെ ഉള്ളിൽ, ഇവര് പറയും ഒരാഴ്ച നാളെ എന്നൊക്കെ പറയും. നാളെ കൊടുക്കാൻ പറ്റുന്നവർ കൊടുത്തോ, മറ്റന്നാൾ കൊടുക്കാൻ പറ്റുന്നവർ കൊടുത്തോ. ഞാൻ നിങ്ങൾക്ക് ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും പടച്ചോനെ മുൻനിർത്തിയിട്ട് ഒരു 12 കിലോ അരിയുടെ പൈസ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അരി എന്ന് പറഞ്ഞാൽ അത് വെക്കാൻ ഉൾപ്പെടെയുള്ള ചാർജ് ഉപയോഗിച്ചിട്ടല്ല പറയുന്നത്, അത് വെക്കാൻ ഭക്ഷണമാക്കിയിട്ട് കൊടുക്കാൻ. ആ 12 കിലോ എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾക്ക് അത് കിട്ടും? ആ ഭക്ഷണത്തിന്റെ പൈസയാണ് 1000 രൂപ. 4 ആളുകൾ കൂടിയാൽ ഒരു ചാക്കായി ഇവിടെ. നിങ്ങൾ ആരാ 4 ആളുകൾ 1000 രൂപ ഇൻഷാ അല്ലാഹ് തരിക? ഒന്നാമത്തെ ആളായിരുന്നു. 4 ആളുകൾ ആണുങ്ങളുടെ ഇടയിൽ ഉണ്ടായാലും ഇൻഷാ അല്ലാഹ് 4 സഹോദരിമാര് സ്ത്രീകളുടെ അടുക്കലുണ്ടാവും. നമുക്കത് കൂടെ അവസാനിപ്പിക്കാം. ഇനി ആരൊക്കെ തയ്യാറാക്കുക? ഒന്നാമത്തെ 1000ന്റെ ആളാരാണ്? 1000. അൽഹംദുലില്ലാ 1. ഒരു മാസത്തെ സമയമുണ്ട്. രണ്ടാമത്തെ ആളാരാണ്? ബിസ്മി ചൊല്ലിയിട്ട് അല്ലാഹ് ബഹുമാന്യനായ ഫൈസി അവറുകൾ പറഞ്ഞു. അൽഹംദുലില്ലാ, അല്ലാഹുവേ നമ്മുടെയൊക്കെ കുട്ടി പ്രവർത്തകന്മാരാണ്, നീ സ്വീകരിക്കണേ റബ്ബേ. ആരാ 3ാമത്തെ ആള് പറയാ? അൽഹംദുലില്ലാ. ആരാ 4ാമത്തെ ആള് പറയാ? 4ാമത്തെ ആള് ഒരാളും കൂടി ഒന്ന് കൈപൊക്കി. 4ാമത്തെ ഒരാളും കൂടെ പറഞ്ഞില്ലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, ആ 4 ആളുകളുടെ സ്വതക്കകളും നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്, ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എന്റെ സഹോദരിമാരെ, നിങ്ങളും പറയുമോ ഒരു 4 ആളുകളെ ഒരു മാസത്തിനിടയിൽ ഇൻഷാ അല്ലാഹ്
നമ്മൾ പെരുന്നാക്ക് എന്തെല്ലാം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി, ഭക്ഷണം വാങ്ങാൻ വേണ്ടി പണം ചെലവഴിക്കും. അതിൽ 1000 രൂപ, ഒരു 12.5 കിലോയുടെ അരി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം മുഅ്മിനീങ്ങൾക്ക് കൊടുക്കാൻ 1000 രൂപ തരാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട്? സഹോദരന്മാരിൽ ഇനിയുണ്ടോ 1000 തരാൻ പറ്റുന്നവര്? ഉണ്ടോ? അബീലെ, അവിടെ മോനെ ഒന്നാണ് സഹോദരിമാരെ നോക്ക്, ഒരു 4 ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടോ? ഇൻഷാ അല്ലാഹ് അബീലെ ഒന്ന് നോക്കാൻ പറയും. സഹോദരിമാരുടെ കൂട്ടത്തിൽ ഒരു 4 ആളുകൾ, ഒരു 4 ആളുകളെ പറ. ഇൻഷാ അല്ലാഹ് പറയാ അബീലെ. മാഷാ അല്ലാഹ്. ഇപ്പൊ എത്ര ചാക്കായി എന്ന് പറഞ്ഞേ? അൽ അസാബ സർവീസ്, ഒരു ചാക്ക്. അല്ലാഹുവേ നീ അവർക്ക് സന്തോഷം കൊടുക്കണേ റഹ്മാനെ. ആമീൻ പറയൂ. സമാധാനം കൊടുക്കണേ റബ്ബേ. അവരുടെ കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അവരുടെ ഉദ്ദേശ്യങ്ങൾ നിറവേറ്റണേ നാഥ. മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. എത്ര ചാക്കരിയായി അബീലെ? എത്രയായി? ആണ് സഹോദരിമാർ എത്ര ആയിരായി? ഓർക്ക പറമോനെ, 2 ഒരു 2 ആളും കൂടെ ഒന്ന് പറയാൻ നോക്ക്. 2 ആളും കൂടെ ബിസ്മില്ല. 2 ആളും കൂടെ ഒന്ന് പറയണം ബിസ്മില്ല. 1001 രൂപ വീതം. അള്ളാഹു സ്വീകരിക്കട്ടെ. അബീലെ ഒന്ന് സജീവമാകെ ഒന്ന് പറ. അത് ഒന്ന് പൂർത്തിയായി, ഒരു ചാക്ക് പൂർത്തിയായോ? അത് അബീൽ മിണ്ടുന്നില്ല. 2 അത് ആണുങ്ങളുടെ എത്രയായി? 4 അത് കഴിഞ്ഞിട്ട് 5-മത്തേത് വന്നോ? ഇല്ല, 5-മത്തെ 4 ആണുങ്ങളായി. സഹോദരിമാര് 2 ആളുകളായി. അല്ലെങ്കിൽ സഹോദരന്മാര് പറഞ്ഞാലും മതി. 3-മത്തെ ആരെങ്കിലും പറയോ? അതും കൂടെ പൂർത്തിയായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. 3-മത്തെ 1000 ആരെങ്കിലും പറയാൻ തയ്യാറുണ്ടോ? ഒരു 2 ആളും കൂടെ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്കത് പൂർത്തിയാക്കാം. എത്ര ചാക്കായി എന്നറിയോ ടോട്ടല്? വേഗം പറയാബില്ലേ. ഞാൻ ഇന്ന് തൽക്കാലത്തിന് മുതിരുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇൻഷാ അല്ലാഹ് നാസർ വൈസി പറഞ്ഞത് പറഞ്ഞേ മതിയാവൂ. അതൊരു ബറക്കത്താണ് ഇൻഷാ അല്ലാഹ്. അന്തർപ്പാപ്പായുടെ പേരിലുള്ളതല്ലേ. ഒരു 2 ആളും കൂടെ ഈ സദസ്സിൽ നിന്ന് ഒരു 1001 ഏറ്റെടുത്ത് അതങ്ങ് പൂർത്തിയാക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ. എത്രയായി? എത്രയായി അബീലെ? 6 ചാക്കായി. അത് പോരാന്നാണ് നാസർ വൈസി പറയുന്നത്. ഇൻഷാ അല്ലാഹ് ആ സഹോദരിമാരുടെ കൂട്ടത്തിലേക്ക് ഒരു ചെറിയ കുട്ടി ഒന്ന് പറഞ്ഞേക്കാം അബീലെ. 1001 തരാൻ ഒരു മാസത്തിന്റെ ഉള്ളില് 1001 തരാൻ കഴിയാത്ത സഹോദരന്മാർ ഇവിടെ ഉണ്ടോ? കഴിയാവുന്നവരൊക്കെ ഇനിയൊന്ന് പറയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. ഏതായാലും അബീലും സഹപ്രവർത്തകരും ഒന്ന് നോക്കുക, പറ്റാവുന്നവരൊക്കെ തരിക. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഒരു ചെറിയ ദുആയോടുകൂടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. എവിടെ കരിങ്കോഴി? എവിടെ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. 3-മത്തെ ആളല്ലേ? ബിസ്മില്ലാ. ഒരു ചെറിയ സ്വതക്ക, ഒരു 501 രൂപ. ഒരു കരിങ്കോഴി. എവിടെയാ കരിങ്കോഴി? ബോക്സിന്റെ അപ്പുറത്തുണ്ടെന്നാ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും അതൊരു 501 രൂപ ആരെങ്കിലും ഏറ്റെടുക്കൂ. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇതുവരെ 1001 4000 തന്ന ആളുകൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. 501 തന്ന ആൾക്കാണ് അവിടെ പ്രതിഫലം കിട്ടുന്നത്. ഇവിടുന്ന് തന്നെ അതിന്റെ ആരാണ്? ആളായോ? അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ആളായി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമീനായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഈ പറഞ്ഞതിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. കേട്ടതിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സംഭവിച്ചു പോയ എല്ലാ ദോഷങ്ങളെയും വിട്ടുപുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഇനിയുള്ള കാലം ഒരു തെറ്റും ചെയ്യാതെ കുറ്റവും ചെയ്യാതെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനേ, ഞങ്ങളൊക്കെ നിന്റെ പാവപ്പെട്ട അടിമകളാണ് റബ്ബേ. ഞങ്ങളൊക്കെ നിന്റെ പാവപ്പെട്ട സാധുക്കളായ അടിമകളാണ് റബ്ബേ. നിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. അല്ലാഹുവേ, രോഗങ്ങൾ നൽകല്ലേ അല്ലാഹ്. അറ്റാക്ക് നൽകല്ലേ റബ്ബേ. അപകടങ്ങൾ നൽകല്ലേ അല്ലാഹ്. ദുരന്തങ്ങൾ നൽകല്ലേ തമ്പുരാനെ. നീ ഞങ്ങളോട് കരുണ ചെയ്യണേ അല്ലാഹ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ. ഞങ്ങൾക്ക് ക്യാൻസർ നൽകല്ല റഹ്മാനെ. കിഡ്നി രോഗം നൽകല്ല തമ്പുരാനെ.
ദുഃഖങ്ങൾ നൽകല്ല റബ്ബേ, മനസ്സിന് വലിയ കരുത്ത് നൽകണേ അല്ലാ, കഠിനമായ കോപം ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ. അല്ലാഹുവേ, സഹിക്കാൻ കഴിയാത്ത സങ്കടങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ടെൻഷനുകൾ നൽകല്ല റഹ്മാനെ. നീ ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രസ്ഥാനമാകുന്ന സമസ്തക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. അതിന്റെ നേതൃത്വത്തിന് ദീർഘായുസ് നൽകണേ റഹ്മാനെ. സയ്യിദുൽ ഉലമാ അവർക്ക് ദീർഘായുസിനെ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ദീർഘായുസിനെയും ആരോഗ്യത്തെയും നൽകണേ അല്ലാ. ഇവിടെ സ്വതക്ക ചെയ്തവരുടെ ഖൽബിന്റെ ഉള്ളിലുള്ള നിയ്യത്തുകൾ എന്താണോ ആ നിയ്യത്തുകളെ പൂർത്തിയാക്ക് റബ്ബേ. ആ മുറാദുകളെ ഹാസിലാക്ക് അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്തു കൂട്ടിയ ദോഷങ്ങളുണ്ട്, നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം നീ സ്വർഗീയമാക്കണേ തമ്പുരാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. കോരിച്ചൊരിയുന്ന ഈ മഴയത്തിങ്ങനെ വേദി ഉണ്ടാക്കിയ ആളുകൾ, ലൈറ്റ് ആൻഡ് സൗണ്ട് ഒരുക്കിയ ആളുകൾ, ഇങ്ങനെ ഈ മഴയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുമ്പോൾ, ഈ മഴ കൊള്ളാതിരിക്കാൻ കഷ്ടപ്പെടുമ്പോൾ ബുദ്ധിമുട്ടിയ ആളുകൾ, എല്ലാവരെയും കബൂലാക്ക് അല്ലാ. ഭക്ഷണം ഒരുക്കുന്ന ആ സഹോദരന് ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. സുഭിക്ഷമായ രുചികരമായ ഭക്ഷണം കൊണ്ട് ഈ കൂട്ടുകാരെ, ഈ നാട്ടുകാരെ, ഈ ഉറൂസിനെ നീ ഉയർത്തണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നന്ദി പ്രകടിപ്പിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഇവിടെ നാളെ 9 മണിക്ക് മൗലിദ് പാരായണവും